നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. ഇന്നിപ്പോൾ വി.ഡി. സതീശൻ മന്ത്രിസഭ നിലവിൽ വന്ന ശേഷം ആദ്യ നിയമസഭാ സമ്മേളനം ആരംഭിക്കുകയാണ്. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് എം.എൽ.എമാർ സത്യപ്രതിജ്ഞയാണ്. ഇന്നലെ പ്രോട്ടേം സ്പീക്കറായി ജി സുധാകരനെ തിരഞ്ഞെടുത്തിരുന്നു. സുധാകരൻ്റെ മുന്നിലാണ് പിണറായി അടക്കമുള്ള എം.എൽ.എമാർ സത്യപ്രതിജ്ഞ ചെയ്യേണ്ടത് എന്നൊരു കൗതുകം കൂടി ഇന്ന് ഒരു പക്ഷേ സഭയിൽ ഉണ്ടായേക്കാം. പിണറായി വിജയനൊക്കെ സഭയിൽ എത്തുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. മറ്റൊന്ന്, പശ്ചിമേഷ്യൻ സംഘർഷം അതിൻ്റെ എല്ലാ തലങ്ങളിലും വീണ്ടും വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അമേരിക്കയും ഇറാനും പരസ്പരം വീണ്ടും പോർവിളികൾ ആരംഭിച്ചു കഴിഞ്ഞു. മോഹൻലാലിൻ്റെ ആരാധകർ കാത്തിരിക്കുന്ന ദൃശ്യം 3 ഇന്ന് റിലീസ് ചെയ്യുകയാണ്. രാവിലെ 8 മണി മുതലാണ് ഷോ. വലിയ പ്രീ ബുക്കിങ്ങിലൂടെ റെക്കോർഡ് സൃഷ്ടിച്ചു കഴിഞ്ഞു ഇതിനകത്ത് ദൃശ്യം. കാത്തിരിക്കുകയാണ് ആരാധകർ. ന്യൂസ് 8 ഇത് വിശദമായി തന്നെ അതിന് ദൃശ്യങ്ങളും വിശേഷങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ആദ്യം തലക്കെട്ടുകൾ നോക്കാം. പതിനാറാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കം. എം.എൽ.എമാരുടെ സത്യപ്രതിജ്ഞ രാവിലെ. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ നാളെ. PM ശ്രീ പദ്ധതിയിൽ പരിശോധന. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് ലഭിച്ചാൽ UDF ചർച്ചയിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി N. ഷംസുദ്ദീൻ. ഈ അധ്യയന വർഷത്തെ പാഠപുസ്തക വിതരണവും യൂണിഫോമും മുടങ്ങില്ലെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട്. പെരിയ ഇരട്ടക്കൊലക്കേസിലെ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട കുടുംബം പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് ശരത് ലാലിന്റെ പിതാവ്. ആഭ്യന്തരമന്ത്രിക്ക് നിവേദനം നൽകും. ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്ന് കോൺഗ്രസ്. പാലിയത്തുകാവ് കുടിയൊഴിപ്പിക്കലിൽ സമരമുഖത്തേക്ക് CPM. പി രാജീവിന്റെ നേതൃത്വത്തിൽ ഇന്ന് പ്രതിഷേധം. എറണാകുളം റൂറൽ SP-യോട് റിപ്പോർട്ട് തേടി റേഞ്ച് IG. മോഡലിംഗ് സെക്സ് റാക്കറ്റ് കേസിലെ ചുരുളഴിക്കാൻ പോലീസ്. മുഖ്യപ്രതിയെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. സിന്ധുവിനെ മുംബൈയിൽ നിന്ന് കേരളത്തിലെത്തിച്ചത് ഇന്നലെ. മലയാളത്തിന്റെ നടന വിസ്മയത്തിന് ഇന്ന് പിറന്നാൾ. 66ാം ജന്മദിനത്തിൽ ആശംസകൾ നേർന്ന് ആരാധകർ. ദൃശ്യം 3യുടെ റിലീസ് ഇന്ന്. നമുക്ക് വിശദമായ വാർത്തകളിലേക്ക് കടക്കണം. 16ാം കേരള നിയമസഭയുടെ ആദ്യ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാവുകയാണ്. അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയാണ് ഇന്ന് നടക്കുക. പ്രോട്ടേം സ്പീക്കർ ജി സുധാകരൻ അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കും. നാളെയാണ് സ്പീക്കർ, ഡെപ്യൂട്ടി സ്പീക്കർ തെരഞ്ഞെടുപ്പുകൾ നടക്കുക. UDFന് വേണ്ടി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സ്പീക്കർ സ്ഥാനത്തേക്കും ഷാനിമോൾ ഉസ്മാൻ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനത്തിലേക്കും മത്സരിക്കും. 2 പദവികളിലേക്കുമുള്ള ഇടതുമുന്നണി സ്ഥാനാർത്ഥികളെ ഇന്ന് തീരുമാനിക്കും എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഏതായാലും 16ാം കേരള നിയമസഭ, വി.ഡി. സതീശൻ്റെ മന്ത്രിസഭ, 10 വർഷത്തിന് ശേഷം കോൺഗ്രസ് UDF അധികാരത്തിലേക്ക് വരുന്നു. സുപ്രധാനമായ പല തീരുമാനങ്ങളും കഴിഞ്ഞ 2 മന്ത്രിസഭാ യോഗങ്ങൾ കൈക്കൊണ്ടു കഴിഞ്ഞു. സഭയിൽ എന്തായിരിക്കും പ്രതിപക്ഷ നിലപാട് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന്. നമുക്കറിയാം, ഇത്തവണ പതിവിന് വിപരീതമായി 3 BJP അംഗങ്ങൾ കൂടി സഭയുടെ ഭാഗമാകുന്നു. വി. മുരളീധരൻ, ഒപ്പം രാജീവ് ചന്ദ്രശേഖറും, ഒപ്പം ചാത്തന്നൂരിൽ ജയിച്ച ഗോപകുമാറും അടക്കമുള്ള പ്രതിനിധികൾ BJPയുടെ ഭാഗമാകുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ കരുത്ത് കൂടും, സംശയമില്ല. നേരിടാനുള്ള കരുത്ത് ഭരണപക്ഷത്തിനുണ്ട് താനും. 102 സീറ്റുകളോടെയാണ് UDF അധികാരത്തിൽ വന്നത് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. നമുക്ക് TG സജിത്തും R. കിരൺ ബാബുവും ഏറ്റവും പുതിയ വിവരങ്ങളുമായി. സജിത്ത് ആദ്യം ചേരും. സജിത്ത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കരുത്ത് കൂടിയ പ്രതിപക്ഷം, പ്രത്യേകിച്ചും BJP കൂടി കളത്തിലിറങ്ങുമ്പോൾ, 3 MLA-മാരുള്ളപ്പോൾ അത്തരമൊരു പ്രതിപക്ഷത്തെ കൂടി ഭരണപക്ഷത്തെ നേരിടേണ്ടി വരും. കൃത്യമായ പ്ലാനിങ്ങോടെയാണ് നിയമസഭയിൽ ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു മുഖ്യമന്ത്രി തന്നെയാണ് അവിടെ ഉള്ളത് എന്നത് പ്രധാനമാണ്. എന്തായിരിക്കും ഭരണപക്ഷത്തിൻ്റെ സഭയിലെ നിലപാട്? ഒപ്പം പ്രതിരോധവും പോരാട്ടവും ഒക്കെ പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുമോ? സംസ്ഥാന നിയമസഭ, അതായത് UDF സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക്, ഭരണത്തിലേക്ക് 10 വർഷത്തിന്റെ ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വന്ന ശേഷമുള്ള നിയമസഭാ സമ്മേളനം ഇനിയിപ്പോൾ ഒരു നിയമസഭയിലും എന്ന് നമുക്ക് വിളിക്കാവുന്ന തരത്തിലേക്ക് നിയമസഭാ സമ്മേളനത്തിനാണ് തുടക്കമാവുന്നത്. അതിൽ ആദ്യം
MLA-മാരുടെ സത്യപ്രതിജ്ഞ എന്ന സ്വാഭാവിക നടപടി. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത പകുതിയിലധികം MLA-മാരും പുതുമുഖങ്ങളാണ് എന്നതാണ്. 140-ൽ 71 പേരും പുതുമുഖങ്ങളാണ്. ആ പുതുമുഖങ്ങളുടെ കൂടുതൽ സ്വാധീനമുള്ള, അവർക്ക് മെജോറിറ്റിയുള്ള ഒരു നിയമസഭ എന്നതാണ് ഇത്തവണത്തെ പ്രത്യേകത. പുതുമുഖ നിരയിൽ ഏറ്റവും കൂടുതലുള്ളത് UDF ക്യാമ്പിലാണെന്ന പ്രത്യേകതയുണ്ട്. ഏകദേശം 60-ലധികം MLA-മാരും പുതുമുഖങ്ങളിൽ UDF-ലാണ് എന്ന പ്രത്യേകതയുമുണ്ട്. ആ തരത്തിൽ വലിയ ഒരു തരത്തിൽ പുതുമുഖ സാന്നിധ്യവുമായി ചേരുന്ന നിയമസഭാ സമ്മേളനമാണ് എന്ന പ്രത്യേകതയുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സഭാ സമ്മേളന കാലയളവ് സ്വാഭാവികമായും വളരെ പ്രത്യേകതകൾ നിറഞ്ഞതുകൂടിയായി മാറുകയും ചെയ്യും. മറ്റൊന്നുള്ളത് ഭരണ പ്രതിപക്ഷ ചേരികളിലെ ആ ബലാബലമാണ്. അതിനെ നോക്കുമ്പോൾ അറിയാം വലിയ മജോറിറ്റിയുമായിട്ടാണ്. കഴിഞ്ഞ തവണ 99 അംഗങ്ങളുമായി ഇടതുപക്ഷം സഭയിലുണ്ടായിരുന്നെങ്കിൽ ഇത്തവണ അത് വെറും 35-ലേക്ക് ഒതുങ്ങുന്ന സാഹചര്യമാണ് അവർക്ക് മുന്നിലുള്ളത്. അപ്പോൾ ദുർബലമായ ഒരു പ്രതിപക്ഷ നിര, അതേസമയം ഭരണപക്ഷ നിരയിൽ വലിയ മജോറിറ്റിയും. ഇതാണ് സാഹചര്യം. കഴിഞ്ഞ തവണ കണ്ട നിയമസഭയിൽ നിന്ന് വ്യത്യസ്തമായ സാഹചര്യമാണ്. അതിനുമപ്പുറം ഈ പലപ്പോഴും സമാന ചേരിയിൽ നിന്ന് പോരടിച്ചവർ എതിർചേരിയിലേക്ക് മാറി അങ്ങനെയൊക്കെ വരുന്ന പ്രത്യേകത കൂടിയുണ്ട്. അതിനുമപ്പുറം BJP-യുടെ 3 അംഗങ്ങൾ, BJP-യുടെ 3 അംഗങ്ങളും നമുക്കറിയാം 3 പുതുമുഖങ്ങളാണ്. കേരള നിയമസഭയെ സംബന്ധിച്ച് അവർ 3 പുതുമുഖങ്ങളാണ്. അവരുടെ ഇത്തവണത്തെ പങ്കാളിത്തവും പ്രത്യേകതയുണ്ട്. അപ്പോൾ സഭാ സമ്മേളനം 9 മണിക്കാണ് ആരംഭിക്കുന്നത്. 9 മണിക്ക് ആരംഭിക്കുമ്പോൾ തന്നെ പ്രോടൈം സ്പീക്കർക്ക് മുൻപിൽ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. അക്ഷരമാല ക്രമത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടക്കുന്നത്. അത് ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്യും. മന്ത്രിമാരടക്കം സത്യപ്രതിജ്ഞ ചെയ്യേണ്ടതുണ്ട്. കാരണം അവർ MLA എന്ന നിലയിലും അവരുടെ സത്യപ്രതിജ്ഞ ഇവിടെ നടക്കേണ്ടതുണ്ട്. ഇന്നലെ തന്നെ പ്രോടൈം സ്പീക്കറെ തെരഞ്ഞെടുത്തു. അദ്ദേഹത്തിന്റെ സത്യപ്രതിജ്ഞ ഇന്നലെ ഗവർണർക്ക് മുമ്പാകെ നടന്നു. G. സുധാകരൻ, മുതിർന്ന അംഗം G. സുധാകരനാണ് പ്രോടൈം സ്പീക്കർ. എല്ലാ അംഗങ്ങളും അദ്ദേഹത്തിന് മുമ്പിൽ സത്യവാചകം ചൊല്ലി സത്യപ്രതിജ്ഞ ചെയ്ത് MLA ആയി അവർ ചുമതല ഏറ്റെടുക്കണം. ഇതാണ് ഇന്നലെ മുതൽ തന്നെ MLA-മാർ പുതിയതായി തെരഞ്ഞെടുക്കപ്പെട്ടതും അല്ലാത്തതുമായ എല്ലാ MLA-മാരും തലസ്ഥാനത്ത് എത്തിയിട്ടുണ്ട്. തലസ്ഥാനത്തെ MLA ഹോസ്റ്റലിലും ഒപ്പം തന്നെ 2 പ്രധാനപ്പെട്ട ഹോട്ടലുകളുമായി അവർ തങ്ങുകയാണ്. എല്ലാവർക്കും തങ്ങാനുള്ള റൂമുകളൊന്നും അലൗട്ട് ആയിട്ടില്ല MLA ഹോസ്റ്റലിൽ. അതിനുള്ള സൗകര്യവുമില്ല. പുതു MLA-മാർക്ക് ഒരുപക്ഷെ തലസ്ഥാനത്തെ ചില പ്രധാനപ്പെട്ട ഹോട്ടലിലായിരിക്കും അവർക്ക് റൂം എടുത്ത് നടക്കുക. ആ തരത്തിലാണ് ക്രമീകരണങ്ങൾ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും എല്ലാവരെയും ചേർത്ത് നിർത്തിക്കൊണ്ടുള്ള വളരെ വിപുലമായ സഭാ സമ്മേളനത്തിന് തുടക്കമിടുകയാണ്. നാളെയാണ് സ്പീക്കർ തെരഞ്ഞെടുപ്പ്. നമുക്കറിയാം സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് പാനലിൽ നിന്ന് UDF പാനലിൽ നിന്നും തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. പ്രതിപക്ഷത്തെ സംബന്ധിച്ച് മത്സരമെന്നത് സ്പീക്കർ തലത്തിലേക്ക് സാങ്കേതികം മാത്രമാണ്. എന്തായാലും പ്രതിപക്ഷവും ഒരാളെ സ്പീക്കർ സ്ഥാനത്തേക്ക് മത്സരിപ്പിക്കാൻ തന്നെയാണ് സാധ്യത. അതാരെന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. എന്തായാലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നാളെ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെടും. അതോടുകൂടി സംസ്ഥാനത്തെ നിയമസഭാ സമ്മേളനത്തിന്റെ പുതിയ തലത്തിലേക്ക് കടക്കുകയാണ്. 29-നായിരിക്കും നയപ്രഖ്യാപന പ്രസംഗം. നമുക്കറിയാം നയപ്രഖ്യാപന പ്രസംഗമാണ് ഒരു സർക്കാരിന്റെ നയവും പരിപാടിയും നിയമസഭയിൽ പ്രഖ്യാപിക്കുന്ന ഔദ്യോഗിക ചടങ്ങ്. സ്വാഭാവികമായും ഈ പുതിയ സർക്കാരിന്റെ മാറ്റങ്ങൾ എന്താണ് ലക്ഷ്യമിടുന്ന അടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരുത്തുന്നത് കൂടിയായി ഈ സഭാ സമ്മേളനം മാറുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. സ്വാഭാവികമാണ്. അതിനുശേഷം അടുത്ത മാസം 5-ാം തീയതിയോടുകൂടി ബജറ്റ് സമ്മേളനം, അതായത് കഴിഞ്ഞ ഇടതു സർക്കാരിന്റെ ബജറ്റിലുള്ള കൂട്ടിച്ചേർക്കലുകൾ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ബജറ്റ് സമ്മേളനവും നടക്കുകയും ചെയ്യും. ഇതാണ് ഇത്തവണത്തെ സഭാ സമ്മേളന കാലയളവ്. 9 മണിക്ക് തന്നെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ ആരംഭിക്കും. ഇത്തവണത്തെ ഏറ്റവും കൗതുകം ഏറെ പുതുമുഖങ്ങളുള്ള 71 പുതുമുഖങ്ങളുള്ള നിയമസഭയാണ് ഇത്തവണ ചേരുന്നത് എന്ന പ്രത്യേകതയാണ്. ഈ അക്ഷരമാലാ ക്രമത്തിലാണല്ലോ സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരിക്കുന്നത്. നമ്മൾ പ്രധാനമായും കാത്തിരിക്കുന്നത് ഇന്നലെ G. സുധാകരൻ്റെയൊക്കെ പ്രതികരണം ഈ വിഷയത്തിൽ വന്നിരുന്നു. താൻ പിണറായി വിജയനെ കാണുന്നത് വെറും ഒരു MLA ആയി മാത്രമാണ്. ഒരു MLA-മാർക്കും എല്ലാ MLA-മാരെയും കാണുന്നത് പോലെ കാണുന്നു. പ്രത്യേക പരിഗണനയൊന്നുമില്ല. പിണറായി വിജയൻ G. സുധാകരൻ്റെ മുന്നിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സത്യവാചകം ചൊല്ലിക്കൊടുക്കണം, അങ്ങനെ സംഭവിക്കുമെന്നുള്ളത്. പക്ഷേ പിണറായിക്ക് വേറെ ഓപ്ഷനുണ്ട്. ഒരുപക്ഷേ സ്പീക്കർ തെരഞ്ഞെടുപ്പിന് ശേഷം തിരുവഞ്ചൂർ സ്പീക്കറായി വന്നതിന് ശേഷം വേണമെങ്കിൽ അദ്ദേഹത്തിന് മുന്നിലും സത്യപ്രതിജ്ഞ ചെയ്യാം. പക്ഷെ എന്താണ് തീരുമാനം എന്നുള്ള കാര്യം കാത്തിരുന്നു കാണണം. ഒപ്പം ഇന്നും നാളെയുമായി 2 ദിവസം നീളുന്ന ഒരു ചടങ്ങാണ്. 140ഓളം MLA-മാർ സത്യപ്രതിജ്ഞ ചെയ്യണമല്ലോ. അപ്പോൾ എത്ര സമയമെടുക്കും ഒരു MLA-യുടെ? അത്തരം ക്രമീകരണങ്ങളൊക്കെ ആയിട്ടുണ്ടോ? 140 MLA-മാരുടെയും സത്യപ്രതിജ്ഞയ്ക്ക് വേണ്ടി ഇന്ന് തന്നെ അവസരമുണ്ട്. പക്ഷേ ചിലരൊക്കെ ഒരുപക്ഷെ അവർക്ക് എത്താൻ കഴിയാതെ വരിക, അങ്ങനെ ചില അസൗകര്യങ്ങളൊക്കെ ഉണ്ടായാൽ അവർക്ക് ഒരുപക്ഷെ സ്പീക്കർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലി ചുമതല ഏറ്റെടുക്കാനുള്ള അവസരമുണ്ടാകും. ഇതാണ് സ്വാഭാവിക നടപടിക്രമം. പിണറായി വിജയൻ പ്രോടൈം സ്പീക്കർക്ക് മുന്നിൽ സത്യവാചകം ചൊല്ലുമോ എന്നത് ഒരു കൗതുകമാണ്. കാരണം G. സുധാകരനാണ്, പോരടിച്ചവരാണ്.
എന്ന പ്രത്യേകതയൊക്കെ ഉണ്ട്. അതിനപ്പുറം അതൊരു വെറും ഒരു സാങ്കേതിക നടപടിക്രമം മാത്രമാണ്. എല്ലാ തവണയും നടക്കുന്ന കാര്യമാണ്. പോരടിച്ചവരും നമുക്കറിയാം നിയമസഭയിലേക്ക് വരുമ്പോൾ അവർ അംഗങ്ങളാണ് എന്ന കൗതുകമുണ്ട്. അതിനപ്പുറത്തേക്ക് അതിന് നീക്കങ്ങളൊന്നുമില്ല. പിണറായി വിജയൻ ഇന്ന് തന്നെ സഭയിൽ പങ്കെടുക്കുമെന്നാണ് നമുക്ക് അറിയാനാവുന്നത്. അദ്ദേഹം കണ്ണൂരായിരുന്നു. അദ്ദേഹം സഭാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഇവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന്റെ സാന്നിധ്യം ഇന്ന് നിയമസഭയിൽ തന്നെ ഉണ്ടാവും. മാത്രമല്ല പ്രതിപക്ഷ നിരയിൽ പ്രതിപക്ഷ നേതാവെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും സഭാ നേതാവിനൊപ്പം തന്നെ പരിഗണന നിയമസഭയിൽ കിട്ടുന്നയാളാണ്. ഭരണതലത്തിലേക്ക് വരുമ്പോൾ അത് പ്രതിപക്ഷ മുഖമാണെങ്കിൽ കൂടിയും നിയമസഭയിലേക്ക് വരുമ്പോൾ വളരെ പ്രാധാന്യമുള്ളയാളാണ് പ്രതിപക്ഷ നേതാവ്. അപ്പോൾ ആ പരിഗണനയൊക്കെ സഭയിലും അദ്ദേഹത്തിന് നൽകേണ്ടി വരും. അതുകൊണ്ട് ആ പരിഗണനയൊക്കെ നൽകി തന്നെയാണ് പോവുക. പക്ഷേ അതിൻ്റെ അകത്തെ ഒരു രാഷ്ട്രീയ കൗതുകം തീർച്ചയായിട്ടും ശ്രദ്ധേയമാണ്. ജി സുധാകരൻ പ്രോട്ടൈം സ്പീക്കറാണ് അവിടേക്ക് എത്തുന്നത്. പിണറായി വിജയൻ അടക്കമുള്ള പ്രതിപക്ഷ അംഗങ്ങളടക്കം അദ്ദേഹത്തിന് മുന്നിൽ സത്യവാചകം ചൊല്ലി ചുമതലയേൽക്കണം. അതിനപ്പുറം പ്രത്യേകതയുള്ള മറ്റു ചില ഘടകങ്ങളുണ്ട്. നമുക്കറിയാം കണ്ണൂർ രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ ടി കെ കോവിന്ദനെ പോലെ പി കെ കുഞ്ഞികൃഷ്ണനെ പോലെയുള്ളവർ CPM-വുമായി അവസാന ഘട്ടത്തിൽ തെറ്റിപ്പിരിഞ്ഞ് CPM വിരുദ്ധമായ നിലപാടെടുത്ത് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ അടക്കം എതിരെ വലിയ നിലപാടുകൾ എടുത്തവരൊക്കെ ഇത്തവണ UDF ക്യാമ്പിൽ നിയമസഭയിലുണ്ട് എന്ന പ്രത്യേകതയുണ്ട്. സ്വാഭാവികമായും ഈ സഭാതലത്തിൽ ഇവർക്കിടയിൽ നടക്കുന്ന ആശയവിനിമയങ്ങളൊക്കെ വളരെ കൗതുകമുയർത്തുന്ന കാര്യം കൂടിയാവും. നമുക്കറിയാം പുറത്തേക്ക് പോരടിക്കുന്നപ്പോഴും സഭയ്ക്കകത്ത് മണിക്കൂറുകളോളം ഒന്നിച്ച് അടുത്തടുത്ത സീറ്റുകളിൽ ഇരിക്കുന്നവരാണ്. അപ്പോൾ സ്വാഭാവികമായും ആ കൗതുകമൊക്കെ അവർക്കിടയിൽ ഉണ്ടാവും. ആ സൗഹൃദമൊക്കെ എപ്പോഴും ഉണ്ടാവുന്നതാണ്. നമുക്കറിയാം അംഗങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന ഒരു സൗഹൃദമൊക്കെ പലപ്പോഴും നമ്മളത് കണ്ടിട്ടുമുള്ളതാണ്. അപ്പം എന്താണ് സഭയിലെ ഈ കൗതുകങ്ങൾ? കുശലാന്വേഷണങ്ങൾ ആ തരത്തിൽ ഉണ്ടാകുമോ? അതല്ല രാഷ്ട്രീയ വൈരം മറക്കാതെ സഭയിലും പെരുമാറുമോ? ഇങ്ങനെയുള്ള കൗതുകമുയർത്തുന്ന നിരവധി ചോദ്യങ്ങളൊക്കെ ഇടത് MLA-മാരായി ജയിച്ചു ഇടത് പക്ഷത്തുണ്ടായിരുന്ന CPM-ന്റെ ഭാഗമായിരുന്ന കണ്ണൂരിൽ ജയിച്ചു വന്ന ഗോവിന്ദനും കുഞ്ഞികൃഷ്ണനും സുധാകരനും അടക്കമുള്ളവർക്ക് അവർക്കൊരു UDF MLA-മാർക്കൊപ്പമായിരിക്കുമോ ഇരിപ്പിടം? അതോ പ്രത്യേക ബ്ലോക്ക് അനുവദിക്കുമോ? അത്തരം എന്തെങ്കിലും തീരുമാനങ്ങൾ, അത്തരം എന്തെങ്കിലും നിർദ്ദേശങ്ങളോ മറ്റോ വന്നിട്ടുണ്ടോ? UDF-നൊപ്പം അവരെ ഇരുത്തുക എന്നുള്ള നീക്കത്തിലേക്ക് സ്പീക്കർ പോകുമോ? അത്തരം കാര്യങ്ങളിലൊക്കെ തീരുമാനം എപ്പോഴേക്ക് വരും? തീർച്ചയായിട്ടും അവർ UDF-ന്റെ ബ്ലോക്കിൽ തന്നെയായിരിക്കും. പ്രത്യേകമായ ബ്ലോക്ക് ഇരിക്കണമെന്ന് അവരുടെ ആവശ്യം ഉണ്ടാവാൻ ഒരു സാധ്യതയുമില്ല. അത്തരം സാഹചര്യമില്ല. എന്തായാലും അവർ പ്രത്യേക ബ്ലോക്കായിട്ടൊന്നും ആയിരിക്കില്ല ഇരിക്കുന്നത്. കാരണം അവർ സ്വതന്ത്രമായി തന്നെ UDF-ന്റെ ഭാഗമായി തന്നെയായിരിക്കും അവരുടെ ഇരിപ്പിടം ഉണ്ടാവുക. മറ്റ് പ്രത്യേകതകളൊന്നുമില്ല. പക്ഷേ BJP അംഗങ്ങളുടെ ഇരിപ്പിടം ഇത്തവണത്തെ കൗതുകമുള്ള ഒരു കാര്യമായിരിക്കും. അവർ ഏത് ഭാഗത്തായിരിക്കുക എന്നുള്ളത്. ഒപ്പം BJP-യുടെ കക്ഷി നേതാവ് ആരായിരിക്കുമെന്ന പ്രത്യേകതയുമുണ്ട്. അത് രാജീവ് ചന്ദ്രശേഖർ ആയിരിക്കുമോ V മുരളീധരൻ ആകുമോ എന്ന കൗതുകം കൂടിയുണ്ട്. അത് സ്വാഭാവികമായും സഭാ സമ്മേളനത്തിൽ ഉണ്ടാകും. നമുക്കറിയാം കേരളത്തിലെ ഇത്തവണത്തെ നിയമസഭാ സമ്മേളനത്തിൽ ഏറ്റവും വലിയൊരു പ്രത്യേകതയിൽ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കാര്യം BJP-യുടെ 3 അംഗങ്ങളുടെ സാന്നിധ്യമാണ്. ഇതുവരെ ഉണ്ടായത് O രാജഗോപാൽ എന്നൊരു അംഗമാണ് ഉണ്ടായത്. അദ്ദേഹം ഒറ്റയംഗമായി വന്ന് സഭാ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത് മടങ്ങുന്നു. ഇതാണ് നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ ഇനി അതല്ല, കൂടുതൽ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനഞ്ഞ് കൂടുതൽ ബദൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തി, അതായത് ഭരണപക്ഷത്തിനെതിരെ കൂടുതൽ ബദൽ രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്ന BJP ക്യാമ്പിലും കൂടി അതിന്റെ പ്രത്യേകതകളുണ്ട്. അപ്പം അതും കൂടി ഇത്തവണത്തെ സഭാ സമ്മേളനത്തിന്റെ കൗതുകമായി മാറും. കിരൺ ബാബു കൂടി എനിക്കൊപ്പുണ്ട്. കിരൺ, ഇത്തവണ നിയമസഭ ചേരുമ്പോഴുള്ള ഒരു കൗതുകം ഇടത് വലത് ചേരി അതെപ്പോഴും സഭയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ അതിനപ്പുറം BJP-യുടെ 3 അംഗങ്ങളുണ്ട്. 3 അംഗങ്ങളും പ്രഗത്ഭരാണ്. അവർ രാജ്യസഭയിൽ കരുത്ത് തെളിയിച്ചവരാണ്. കേന്ദ്ര ക്യാബിനറ്റിലുണ്ടായിരുന്ന 2 അംഗങ്ങളുണ്ട്. അവർക്ക് ഭരണപരിചയമുണ്ട്. സഭയിൽ ഇടപെടേണ്ടത് എങ്ങനെയാണെന്നറിയാം. കേരള നിയമസഭയിൽ പുതിയതായെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം തന്ത്രങ്ങൾ മെനയുന്നതിനോടൊപ്പം BJP ഒരു ബദൽ തന്ത്രം കൊണ്ട് മിനിയെന്ന കൗതുക കാഴ്ചകളൊക്കെ നമുക്ക് ഇത്തവണ പ്രതീക്ഷിക്കണം, അല്ലേ? സൈത്തെ, തീർച്ചയായും അത് പ്രതീക്ഷിക്കണം. കാരണം നേരത്തെ O രാജഗോപാലായിരുന്നു MLA ആയി വന്നത്. O രാജഗോപാലിന്റെ ഒരു സ്വഭാവം നമുക്കെല്ലാം അറിയാം. അദ്ദേഹം ഈ മാന്യതയുടെ ഒരു രൂപമാണ്. അദ്ദേഹം അങ്ങനെ ഒരു 2 മിനിറ്റ് പ്രസംഗിക്കാൻ കൊടുത്താൽ കൃത്യം 2 മിനിറ്റിൽ നിർത്തുന്ന അന്നത്തെ ഏക MLA O രാജഗോപാലായിരുന്നു. മറ്റാരായാലും 2 മിനിറ്റ് കൊടുത്താൽ മിനിമം 5 മിനിറ്റ് 7 മിനിറ്റ് വരെ അവർ സംസാരിച്ച് നിർത്തുന്നവരെ നീട്ടിക്കൊണ്ട് പോവുകയൊക്കെ ചെയ്യും. പക്ഷേ രാജഗോപാൽ അങ്ങനെ ആയിരുന്നില്ല. അദ്ദേഹത്തിന് എത്ര സമയം കൊടുക്കുന്നു ആ വിഷയത്തിൽ അത്രയും സമയം മാത്രം പറയുക. പക്ഷേ ഇപ്പോൾ ഇതിനകത്ത് നിൽക്കുന്ന 3 പേരിൽ 2 പേർ മുൻ കേന്ദ്രമന്ത്രിമാരാണ്. രാജീവ് ചന്ദ്രശേഖർ ആയാലും V മുരളീധരനായാലും നന്നായി രാഷ്ട്രീയം, V മുരളീധരൻ പ്രത്യേകിച്ച് നന്നായി രാഷ്ട്രീയം എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയാവുന്ന ആളാണ്. ഒരു പരിധിവരെ രാജീവ് ചന്ദ്രശേഖരന്റെ ഭാഷാപരമായ മലയാളത്തിന്റെ പരിമിതികളുണ്ടെങ്കിൽ അതിനെയൊക്കെ മറികടക്കാൻ കഴിയുന്ന ആളാണ് V മുരളീധരൻ. അപ്പോൾ അവരുടെ ഇടപെടൽ ഒരേ സമയം പ്രതിപക്ഷത്തിനും ഭരണപക്ഷത്തിനും തലവേദനയാവും. പ്രതിപക്ഷത്ത് ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാടെടുക്കാൻ അല്പം വൈകിയാൽ, അല്ലെങ്കിൽ നിയമസഭയിൽ പെട്ടെന്നെടുക്കുന്ന നിലപാടിൽ ചില വീഴ്ചകളൊക്കെ വന്നു കഴിഞ്ഞാൽ
ആ സമയം കൃത്യമായി മുതലാക്കാൻ അറിയാവുന്നവർ തന്നെയാണ്. ഈ രണ്ടു കൂട്ടർക്കും പ്രധാനപ്പെട്ട വിഷയം ഇടതുപക്ഷത്തിന് UDFന്റെ ഭാഗത്തുനിന്ന് ഒരു ചെറിയ പരാജയം സംഭവിച്ചാൽ പോലും വേണമെങ്കിൽ സഹിക്കാം, മറിച്ച് UDFന് സഹിക്കാം. പക്ഷേ BJPയുടെ ഭാഗത്തു നിന്നാണ് ഇവർക്ക് ഇവരുടെ മേലൊരു വിജയം ഉണ്ടാകുന്നെങ്കിൽ അത് ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും ഒരുപോലെ തന്നെ പ്രയാസമേറിയതാണ്. അതൊരു വലിയ കനത്ത വെല്ലുവിളി തന്നെയാണ്. ഏത് വിഷയത്തിലും സംസാരിക്കുമ്പോൾ അവർ കൂടി ഇവിടെ ഉണ്ട്. അവരെ കുറച്ചുപേരേ ഉള്ളൂ, അവർക്ക് എപ്പം വേണമെങ്കിലും സ്കോർ ചെയ്യാം. ആ അവസരം കാത്തിരിക്കേണ്ട, ജാഗ്രതയോട് കൂടി ഇരിക്കേണ്ട ഒരു വലിയ സംഭവം കൂടിയാണ്. ഈ ഭരണപക്ഷം വരുന്ന സഭയിൽ കൊണ്ടുവരുന്ന ചില വിഷയങ്ങളെ പ്രതിപക്ഷം എതിർക്കുക, പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം ഉണ്ടാവുക, ഇറങ്ങിപ്പോക്കുണ്ടാവുക, ബഹളമുണ്ടാവുക, ഇതൊക്കെ നമ്മൾ നിയമസഭയുടെ പതിവ് കാഴ്ചകളാണ്. ഈ രാജഗോപാൽ MLA ആയിരുന്നപ്പോൾ അദ്ദേഹം പൊതുവിൽ പ്രതിപക്ഷ നിലപാടിനോട് ചേർന്ന് അദ്ദേഹം ഒരു വാക്കൌട്ട് നടത്തുക, ഇതാണ് നമ്മൾ കണ്ടിരുന്നത്. അപ്പൊ ഈ 3 പേരുള്ളപ്പം BJPക്ക് ഒരു സെപ്പറേറ്റ് സ്ട്രാറ്റജി മേക്കിംഗ് ഒരുപക്ഷെ സഭയിൽ സാധ്യമാണ്. അപ്പോൾ വേണമെങ്കിൽ ചില കേസുകളിൽ അവർക്ക് പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കാം, അതല്ലെങ്കിൽ സർക്കാരിനെ ചില കേസുകളിൽ അവരുടെ വിയോജിപ്പ് പറഞ്ഞ് സർക്കാരിനൊപ്പം നിൽക്കാം. ഇങ്ങനെയുള്ള കൗതുകങ്ങളൊക്കെ ഈ സഭാ സമ്മേളനങ്ങളിൽ ഇനി അങ്ങോട്ട് കാണേണ്ടി വരും അല്ലേ? അതാണ് ഏറ്റവും പ്രധാനം. ഇനി പ്രതിപക്ഷവും BJPയും ഒരുമിച്ച് ഒരു വിഷയത്തിൽ വാക്കൌട്ട് നടത്തിയാൽ സ്വാഭാവികമായും ഭരണപക്ഷ നിര, കോൺഗ്രസ് നിര ഉന്നയിക്കാൻ പോകുന്നത് BJPയും CPM ഒന്നിച്ചു എന്നുള്ള ഒരു വലിയ ആക്ഷേപമായിരിക്കും. പക്ഷെ ഒരു വിഷയത്തിൽ രണ്ടുപേർക്കും സർക്കാരിനെതിരായ സ്റ്റാൻഡ്, പ്രതിപക്ഷത്തിരിക്കുമ്പോൾ എപ്പോഴും ഒരുമിച്ച് സ്റ്റാൻഡ് എടുക്കേണ്ടി വരും. ആ പ്രതിപക്ഷ നിരയിലെ രണ്ട് കക്ഷികൾ, യോജിക്കാൻ കഴിയാത്ത രണ്ട് കക്ഷികൾ യോജിച്ച് ഒരു സ്റ്റാൻഡ് എടുക്കുന്നു എന്ന് പറയുന്നത് ആ വിഷയത്തിന്റെ മെറിറ്റിനപ്പുറം അതിന്റെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. മറിച്ച് ഇനി അവർ ഇറങ്ങി പോകുന്നില്ല എന്ന് തീരുമാനിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം ഉന്നയിക്കാൻ പോകുന്ന പ്രധാനപ്പെട്ട വിഷയത്തിന്റെ മെറിറ്റിനപ്പുറം ഭരണപക്ഷത്തിനൊപ്പം BJP ചേരുന്നു, അല്ലെങ്കിൽ BJPയുമായി അവർ ധാരണയിലാണ് പോകുന്നത്. ഇത് എപ്പോഴും ജാഗ്രതയോടുകൂടി നിൽക്കണം. എന്നുവെച്ചാൽ രണ്ട് മുന്നണിക്കും BJPയുമായി ഏതെങ്കിലും തരത്തിൽ ചേരുന്നു എന്ന് പറയുന്നത് ആ മുന്നണിയുടെ രാഷ്ട്രീയത്തിന് യോജിക്കുന്ന ഒരു വിഷയമല്ല. BJP വളരെ തന്ത്രപൂർവ്വമായ നിലപാട് സ്വീകരിക്കാൻ അറിയാവുന്ന ആളുകളാണ്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഈ രാജഗോപാൽ ഇരുന്ന സമയത്ത് രാജഗോപാൽ ജയിച്ചതെല്ലാം അദ്ദേഹം ഒരു വളരെ മാന്യനായ ഒരു വ്യക്തിയാണ്. സഭയിൽ ഒരു വാക്ക് പറയുന്നത് പോലും അഗ്രസീവായി അദ്ദേഹം പറയില്ല. അദ്ദേഹം സഭയിൽ എങ്ങനെ പറയണം എന്ന രീതിയിൽ ഒരു മാന്യതയുടെ രൂപത്തിലേക്കാണ്. പക്ഷെ പലപ്പോഴും ഇടപെടൽ നടത്തുന്നത് അങ്ങനെയല്ല. സഭയിലിടയ്ക്ക് ചിലപ്പോൾ ബഹളം വെക്കേണ്ടി വരും, ചിലപ്പോൾ അഗ്രസീവായി സംസാരിക്കേണ്ടി വരും, ചിലപ്പോൾ കുറിക്കൊള്ളുന്ന പോലെ ഒരാളുടെ പ്രസംഗം നിൽക്കുമ്പോൾ ഇടയ്ക്ക് കയറി നിൽക്കേണ്ടിയൊക്കെ വരും. അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ അദ്ദേഹത്തിന്റെ വേറെ രീതിയായിരുന്നു. പക്ഷേ ഇപ്പം V. മുരളീധരനായാലും രാജീവ് ചന്ദ്രശേഖരൻ, ഗോകുമാരായാലും ആ ഒരു രീതി സ്വീകരിക്കണമെന്നില്ല. പ്രത്യേകിച്ച് 3 പേരുണ്ട്, അവർക്ക് ആലോചിച്ച് തീരുമാനമെടുക്കാം. അപ്പോൾ അത് എപ്പോഴും നിർണായകം തന്നെയായിരിക്കും. ഇവരുണ്ട് എന്നൊരു ജാഗ്രത ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും എപ്പോഴും ഉണ്ടായില്ലെങ്കിൽ രാഷ്ട്രീയമായ തിരിച്ചടിക്ക് ഇവർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമാണ്. ഒരു ചെറിയൊരു വിങ്ങാണ്, അതുകൊണ്ട് അവർക്ക് കിട്ടുന്ന ഒരു അവസരം ഉപയോഗിച്ചാൽ മാത്രം മതി. പക്ഷെ മറ്റവരങ്ങനെയല്ല, മറ്റവർക്ക് ഒരുപാട് കാര്യങ്ങൾ, മുന്നണിയുടെ കാര്യങ്ങൾ നോക്കണം, അത്തരം കാര്യങ്ങളൊക്കെ നിലപാടെടുക്കരുത്. ഇത് ഇവർക്ക് അന്നേരം അവിടെ നിന്ന് ആലോചിച്ച് പെട്ടെന്ന് തന്നെ വേണമെങ്കിൽ ഏത് വിഷയത്തിലും ഒരു നിലപാട് സ്വീകരിക്കാം, ആ നിലപാട് പറയാം, ഒക്കെ ഉണ്ട്. അതുകൊണ്ട് പിന്നെ ഇവരുടെ ശബ്ദമുണ്ട്. മാധ്യമങ്ങളായാൽ പോലും സ്വാഭാവികമായും ഭരണപക്ഷത്തിന്റെ ശബ്ദം, പ്രതിപക്ഷത്തിന്റെ ശബ്ദം, ഒപ്പം പ്രതിപക്ഷത്തെ മൂന്നാം നിരയായി നിൽക്കുന്ന BJPയുടെ ശബ്ദം. അപ്പോൾ ഇവർക്കൊരു സ്പേസ് കൂടി കിട്ടുകയാണ്, ഒരു അധിക സ്പേസ് കൂടി എപ്പോഴും കിട്ടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ അതെപ്പോഴും ഈ പ്രതിപക്ഷത്തെ സംബന്ധിച്ചും ഭരണപക്ഷത്തെ സംബന്ധിച്ചും ജാഗ്രതപ്പെടുത്തുന്ന ഒരു ഘടകമായി തന്നെ നിർത്തേണ്ടത്. അതാണ് സാഹചര്യം. എന്തായാലും കൗതുകങ്ങൾ വേറെ നിരവധിയുണ്ട്. ഒന്ന്, മുഖ്യമന്ത്രി കഴിഞ്ഞ 10 വർഷമായി കേരള നിയമസഭയിൽ ട്രഷറി ബെഞ്ചിന്റെ മുൻനിരയിലുണ്ടായിരുന്ന മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിപക്ഷ നിരയുടെ മുൻനിരയിലേക്ക് പോകുന്നു എന്ന കൗതുകമുണ്ട്. അപ്പോൾ അദ്ദേഹം സഭയിൽ എപ്പോഴും സ്വീകരിക്കാറുള്ള നിലപാടുകൾ അത് ഇത്തവണ ഏത് തരത്തിലേക്ക് വരും? നമുക്കറിയാം, മുഖ്യമന്ത്രി ഏറ്റുനിൽക്കുന്നു, പ്രതിപക്ഷ നേതാവ് ഏറ്റുനിന്ന് മറുവാദങ്ങൾ ഉയർത്തുന്നു. ഇങ്ങനെയൊക്കെയുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോരടിക്കുന്ന 2 മുഖങ്ങളായിരുന്നു പിണറായി വിജയനും VD സതീശനും. കഴിഞ്ഞ 5 വർഷം നമ്മൾ കണ്ടതാണ്. ഇത്തവണ നേരെ അത് ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നു എന്ന കൗതുകം കൂടിയുണ്ട്. അപ്പോൾ ആ കൗതുകത്തിൽ എന്ത് നിലപാടെടുക്കുമെന്ന് പ്രതിപക്ഷ ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ സഭയിൽ കാര്യമായി സംസാരിക്കാറില്ല എന്ന പഴികണ്ട്. ഇത്തവണ പിണറായിക്കുള്ളിൽ ഉള്ള വെല്ലുവിളി വളരെ വളരെ അഗ്രസീവായി ഇരുന്നേ പറ്റുള്ളൂ. കാരണം ദുർബലമായ ഒരു പ്രതിപക്ഷ നിരയിൽ മുന്നിൽ നിന്ന് നയിക്കുക എന്നൊരു ദൗത്യമാണ് അദ്ദേഹത്തിനുള്ളത്. പിണറായി വിജയൻ ഇന്ന് ആ തരത്തിലുള്ള ഒരു അഗ്രസീവ്നെസ് നമുക്ക് കരുതണോ? അവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം വരുന്നത്. പിണറായി വിജയൻ നേരത്തെ വൈദ്യമന്ത്രിയായി സഭയിലുണ്ടായിരുന്നു. അദ്ദേഹം അതിനുശേഷം പാർട്ടി സെക്രട്ടറിയായി പോയി. അതിനുശേഷം അദ്ദേഹം അങ്ങനെ സഭയിൽ കാര്യമായ ഒരു ഇടപെടൽ നടത്തുകയോ സഭയിൽ അങ്ങനെ വരികയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ കഴിഞ്ഞ തവണ എം വി ഗോവിന്ദൻ പാർട്ടി സെക്രട്ടറിയായി പോയ ശേഷം അങ്ങനെ സഭയിൽ വരികയും അങ്ങനെ സ്ഥിരമായ ഒരു ഇടപെടൽ നടത്തുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. പിന്നീട് പിണറായി വിജയൻ വരുന്നത് മുഖ്യമന്ത്രിയായിട്ടാണ്. പിണറായി വിജയന്റെ മുഖം നോക്കി പ്രതികരിക്കാൻ അറിയാവുന്ന ഒരു വലിയ സേന നിൽക്കുകയാണ്. പിണറായി വിജയൻ ഒരു അഹിതമായിട്ടൊരു വാക്ക് ഒന്നല്ല, അല്ലെങ്കിൽ മുഖം ഒന്ന് കടുപ്പിച്ചാൽ ചാടി എണീക്കാനായിട്ട് ഇങ്ങനെ പടയാളികൾ പോലെ ആളുകൾ ഇങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. അപ്പോൾ ആ സമയത്ത് ഒക്കെ ഇപ്പോൾ അങ്ങനെയല്ല. ഇപ്പോഴത്തെ വിഷയം പിണറായി വിജയൻ്റെ ഒരു വിഷയം, ഇപ്പുറത്ത് ഈ കോൺഗ്രസിന്റെ യുവനിരയാണ്. അവർ വല്ലാതെ ട്രോളുന്ന ആളുകൾ കൂടിയാണ്. പിണറായി വിജയന് നേരെ ട്രോളുകൾ വന്നു കഴിഞ്ഞാൽ
അദ്ദേഹത്തിന് ഇപ്പോൾ പേരെടുത്ത് വിളിച്ച് തന്നെ ഒരു ആക്ഷേപം വന്നു കഴിഞ്ഞാൽ, പണ്ടൊക്കെ അദ്ദേഹം ഒന്നാം ഘട്ട മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് അദ്ദേഹം കുറെ കൂടി സമയത്തൊക്കെ പാലിച്ച് ചിരിച്ചുകൊണ്ടൊക്കെ നിൽക്കാറ്. പക്ഷേ നമുക്കറിയാം അദ്ദേഹത്തിന്റെ രീതി അങ്ങനെയാണ്. അദ്ദേഹം പെട്ടെന്ന് അഗ്രസീവായി പ്രതികരിക്കുന്ന ആളാണ്. പക്ഷേ അഗ്രസീവായി പ്രതികരിക്കാൻ നിൽക്കുമ്പോൾ സ്വാഭാവികമായും ഇവർ പിണറായി വിജയനെ എങ്ങനെ പ്രകോപിപ്പിക്കാം, അത് ഈ ഭരണപക്ഷ നിലയിൽ ഒരു വലിയ അവർ ആ ചെറുപ്പക്കാരുടെ അജണ്ടയായിട്ട് തന്നെ എടുക്കും. അപ്പോൾ ഈ വിഷയത്തിന് ശ്രദ്ധ മാറ്റാൻ ഏറ്റവും നല്ലത് പിണറായി വിജയനെ പ്രകോപിപ്പിക്കലാണ്. അപ്പോൾ ഈ പ്രകോപനത്തെ അതിജീവിച്ച് അദ്ദേഹത്തിന് എങ്ങനെ ഇവർക്ക് മറുപടി നൽകാൻ കഴിയും? അദ്ദേഹത്തിന് മറുപടി നൽകാൻ അറിയുന്ന ആളാണ്, നന്നായി ഏത് വിഷയം കേട്ടാലും രാഷ്ട്രീയമായി പ്രതികരിക്കാൻ അറിയുന്ന ആളാണ്, കുറിക്കൊള്ളുന്ന രീതിയിൽ ചരിത്രമടക്കം ഉദ്ധരിച്ചുകൊണ്ട് മറുപടിയൊക്കെ കൊടുക്കാൻ അറിയാവുന്ന ആളാണ്. പക്ഷേ ചെറിയൊരു വിഷയം അദ്ദേഹം പെട്ടെന്ന് അഗ്രസീവായി പോകുന്ന ഒരു സ്വഭാവം അദ്ദേഹത്തിനുണ്ട്. ചില സമയത്ത് അദ്ദേഹത്തിന് വ്യക്തിപരമായിട്ടൊക്കെ ആക്രമണം വന്നാൽ, അദ്ദേഹം തെറ്റാണെന്ന് വിശ്വസിച്ച ഒരു കാര്യത്തിൽ ഒരു ആക്രമണം വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പിടി ചിലപ്പോൾ അല്പം വിട്ടുപോകാനൊക്കെ സാധ്യതയുണ്ട്. അത് നമ്മൾ ഈ ഭരണത്തിന്റെ അവസാന ഘട്ടത്തിലൊക്കെ കണ്ട് ഈ ഒരു ചെറിയൊരു ഒരാൾ ബഹളം വെച്ചപ്പോഴാണ് വീട്ടിൽ പോയി ചോദിക്കുമെന്ന് പറഞ്ഞത് നമ്മൾ കണ്ടത്. അത് ഒരു ഇൻസിഡന്റ് ആയിട്ടുണ്ടായ ഒരു പ്രതികരണമാണ്. അത് സ്വാഭാവികമായിട്ട് ആർക്കും ഉണ്ടാകാവുന്ന ഒരു പ്രതികരണമാണ്. പക്ഷെ അത് വ്യാഖ്യാനിക്കപ്പെട്ടത് മറ്റു പലതരത്തിലാണ്. ഇത്തരം ഒരു വ്യാഖ്യാനിക്കപ്പെടുന്ന ഒരു സമൂഹത്തിൽ നിൽക്കുമ്പോൾ അതിനനുസരിച്ച് പിണറായി വിജയൻ എങ്ങനെ മാറാൻ കഴിയും എന്നുള്ളത് വളരെ ഗൗരവമുള്ള ഒരു ചോദ്യം തന്നെയാണ്. ശൈലി മാറുമോ പിണറായി വിജയന്റേത് എന്നതുകൂടിയാണ് ഈ നിയമസഭ ഉത്തരം പറയേണ്ടത്. കാരണം ശൈലി മാറ്റം പ്രകടമായി എന്നതൊക്കെയാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ വരുന്നത്. കാരണം കഴിഞ്ഞ ദിവസം ഇന്നലെ കണ്ണൂരിലെ ഒരു മൈക്ക് പണിമുടക്കിയപ്പോൾ അദ്ദേഹത്തിന് ഇരിക്കുന്ന ഒരു പൊതുവേദിയിൽ അദ്ദേഹത്തിന്റെ ഇരിപ്പിടത്തിന് ചില ബുദ്ധിമുട്ടുകൾ വന്നപ്പോഴും അദ്ദേഹം അതിന്റെ പരിഭവം പറഞ്ഞെങ്കിലും ചില ലിമിറ്റഡ് വേർഡ്സ് ഉപയോഗിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ പരിഭവം പറച്ചിലുണ്ടായത്. അപ്പം അങ്ങനെയുള്ള ചില കൗതുകങ്ങൾ ശൈലി മാറ്റം ഉണ്ടാകുമോ? വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഇതുവരെ ശീലിച്ച ശൈലിയിൽ നിന്നും മാറി ചുരുങ്ങിയത് 10 വർഷത്തെ ആ ശൈലിയിൽ നിന്നൊരു ടിസ്റ്റ് വരുത്തേണ്ടി വരും, ആ തരത്തിൽ വരുത്തേണ്ടി വരും. പക്ഷേ പിണറായി വിജയൻ നമുക്കറിയാം വളരെ രാഷ്ട്രീയ പരിചയമുള്ള ആളാണ്. മുമ്പ് MLA ആയും നിയമസഭയിൽ വന്ന് വളരെ ശക്തമായ നിലപാടുകൾ എടുത്തിട്ടുള്ള വ്യക്തിയാണ്. പോലീസ് മർദ്ദനമേറ്റ ഷർട്ടുമായി വന്ന്, രക്തം പുരണ്ട ഷർട്ടുമായി വന്ന് നിയമസഭയുടെ രേഖകളിലടക്കം ഇപ്പോഴും ചരിത്ര ലിപികളിൽ എഴുതപ്പെട്ട വാക്കുകൾ എന്നൊക്കെ പറയാം. ആ രീതിയിലുള്ള പ്രകടനമൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ്. പിന്നീട് മന്ത്രിയായിട്ട് വന്നു, ഇതാ മുഖ്യമന്ത്രിയായിട്ട് വന്നു, ഇതിപ്പോൾ പ്രതിപക്ഷ നേതാവും വരുന്നു. അപ്പോൾ ശൈലി മാറ്റം എങ്ങനെയുണ്ടാകും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. ആ തരത്തിലുള്ള നിരവധി കൗതുകങ്ങൾ കൂടിയാണ് ഇത്തവണത്തെ സഭാ സമ്മേളനം ഇനി അങ്ങോട്ടേക്ക് ഉണ്ടാവാൻ പോകുന്നത്. എന്താണ് പ്രതിപക്ഷ നിരയുടെ രാഷ്ട്രീയ ദൌത്യം, അവരെങ്ങനെ നിർവഹിക്കും? എന്തായാലും തുടക്കത്തിൽ സർക്കാരുമായി ചേർന്ന് പോകുന്ന ഒരു ശൈലി തന്നെയാണ് ഉണ്ടാവുന്നത്. അതിനപ്പുറമുള്ള മാറ്റങ്ങളൊന്നും ഉണ്ടാവില്ല. ആദ്യ സഭാ സമ്മേളനത്തിൽ ഏറ്റുമുട്ടലൊന്നും നമുക്ക് പ്രതീക്ഷിക്കേണ്ട സാഹചര്യങ്ങളൊന്നും ഇല്ലെന്ന് കരുതാം. ഇതാ നമുക്ക് ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ആളുകളൊക്കെ ഈ സഭാ സമ്മേളനത്തിലേക്ക് ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപക്ഷെ MLA-മാരുടെ ബന്ധുക്കളൊക്കെ ആവാനാണ് സാധ്യത. അവരൊക്കെ ആ തരത്തിൽ കൂടി വരുന്നു. എവിടുന്നാണ്? ഒന്നിന്നാ ശാന്തകുമാർ, അഡ്വക്കേറ്റ് ശാന്തകുമാറിന്റെ സഹോദരി. നിങ്ങളെ കുടുംബം എല്ലാവരും അറിയാം. നിങ്ങളെ എല്ലാവരും കാണുകയാണ്. സഹോദരന്റെ സത്യപ്രതിജ്ഞ കാണാൻ, MLA ആവുന്നത് കാണാൻ വേണ്ടി വന്നു. ഓക്കെ, ഇതാരാണ്? അനുഗ്രഹ, അനിയന്റെ മോനാ അല്ലേ? അപ്പം വെല്ലിച്ചൻ MLA ആവാൻ പോവാ അല്ലേ? വന്നിട്ടുണ്ട്. നിങ്ങളെ വീട്ടിൽ നിന്ന് എല്ലാവരും ഒക്കെ വന്നിട്ടുണ്ടോ അല്ലേ? ശാന്തകുമാറിന്റെ അമ്മയാണല്ലേ? ഓ, ഇതൊരു വലിയ കാഴ്ചയാണ്. അമ്മ എന്തായാലും ഇതിന് സാക്ഷി വഹിക്കാൻ പോവാണ്. രാവിലെ എവിടുന്ന് പോന്നോ, നേരത്തെ പോന്നോ? രാവിലെ ഇറങ്ങിയത്. എന്തായാലും മക്കളൊക്കെ വലിയ രാഷ്ട്രീയ പ്രവർത്തനത്തിലൊക്കെ സജീവമായി നിന്ന് ഒടുവിൽ ഒരു ചെറിയ പദവി, ഒരു അംഗീകാരമൊക്കെ കിട്ടുമ്പോൾ അത് മാതാപിതാക്കൾക്ക് നോക്കിക്കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഭാഗ്യം കൂടിയാണ്. സന്തോഷമല്ലേ? എന്തായാലും കിരൺ, ഇങ്ങനെയുള്ള നിരവധി കൗതുക കാഴ്ച കൂടിയാണ് ആദ്യ ദിവസം സഭയുടേത്. കാരണം ആളുകൾക്ക് നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ചില ഭാഗ്യപരീക്ഷണമൊക്കെ നടത്തിയിട്ട് എങ്ങും എത്താതിരിക്കുന്ന ഭാഗ്യത്തിൽ പിന്നെ ഒരു ടിക്കറ്റ് കിട്ടുന്നു, പിന്നെ ഒരു വിജയമുണ്ടാവുന്നു, ഒടുവിൽ MLA ആവുന്നു. ഇങ്ങനെയുള്ളവരുടെ ഒക്കെ സാന്നിധ്യം ഈ സഭയിലുണ്ടാവുന്നു. എനിക്ക് വളരെ പ്രത്യേകതയായി തോന്നിയത് ഈ ഇന്ത്യയിലെ മറ്റ് സഭകളിൽ നിന്നല്ല വ്യത്യസ്തമായിട്ട് കേരള സഭകൾ തോന്നിയത് ഈ വന്ന പുതിയ MLA-മാരിൽ മഹാഭൂരിപക്ഷം പേരും ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ്. ഏറ്റവും ഒരു ഇടത്തരമോ അല്ലെങ്കിൽ അത്യാവശ്യം ഈ ദാരിദ്ര്യം മാറി എന്ന് പറയാവുന്ന അല്ലെങ്കിൽ ആ ഒരു ചുറ്റുപാടുകളിലൊക്കെ ജീവിതത്തോട് പടപൊരുന്ന ചുറ്റുപാടുകളിൽ നിന്നൊക്കെ വന്ന ആളുകളാണ്. കേരളം പോലെ ഒരു സഭയിലല്ലാതെ എനിക്ക് തോന്നുന്നില്ല മറ്റ് ഇപ്പോൾ ചിലപ്പോൾ വിജയുടെ കൂടെ വന്ന കുറച്ച് പേര് ചിലപ്പോൾ അങ്ങനെയാണ്. അതുപോലും കുറേ പേര് അങ്ങനെയല്ല, പ്രൊഫഷണലുകളൊക്കെ വന്നത്. ഈ ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരാണ് മഹാഭൂരിപക്ഷം പേരും. അല്ലാതെ വലിയൊരു രാഷ്ട്രീയ പാരമ്പര്യത്തിൽ നിന്ന് വന്ന കുറേ പിതാക്കന്മാരുടെ മക്കൾ ആ കെയർ ഓഫിൽ വന്ന കുറേ പേരുണ്ട്. പക്ഷെ അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ വന്നതിനകത്ത് ഒരു 80%
അവർക്കൊരിക്കലും ഇവരുടെ വീട് അവർക്കൊരിക്കലും അവരുടെ അച്ഛനും അമ്മയും ഒന്നും മക്കൾ MLA ആകുമെന്നോ മന്ത്രിയാകുമോ അപ്പോൾ മന്ത്രിമാരുടെ പോലും നമ്മൾ അങ്ങനെ പലരും കാണാം. അങ്ങനെ ഒന്നും ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നവരല്ല. അത് കേരളത്തെ സംബന്ധിച്ച് എപ്പോഴും ഒരു വലുതാണ്. കാരണം ഏറ്റവും സാധാരണ മനുഷ്യരുടെ വികാരങ്ങൾ, അവരുടെ ജീവിത പ്രയാസങ്ങൾ. അപ്പോൾ അതാണ് നമ്മുടെ നിയമസഭയ്ക്ക് മുന്നിലെ സാഹചര്യം. MLA-മാരൊക്കെ അങ്ങോട്ടേക്ക് എത്തും അല്പസമയത്തിനകം. നേരത്തെ കണ്ടത് അടൂർ MLA ശാന്തകുമാറിൻ്റെ ബന്ധുക്കൾ, അമ്മയടക്കമുള്ള ആളുകളാണ്. അങ്ങനെ ബന്ധുക്കളൊക്കെ അങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും പലർക്കും സ്വപ്ന സാഫല്യമാണ്. തങ്ങളുടെ മക്കൾ, ബന്ധുക്കളൊക്കെ MLA-മാരാകുന്നു, ജനപ്രതിനിധികളാകുന്നു, ജനങ്ങളെ സേവിക്കാൻ ഇറങ്ങുന്നു. ആ ദൃശ്യങ്ങളൊക്കെ പ്രേക്ഷകർക്ക് കാണാം. രാവിലെ മുതൽ തന്നെ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്കായി എത്തിക്കുന്നുമുണ്ട് താരം. ടി ജി ശ്രീജിത്ത്, കിരൺ ബാബു. PM ശ്രീ പദ്ധതിയിൽ സംസ്ഥാന സർക്കാർ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് പരിശോധന തുടങ്ങി. വിദ്യാഭ്യാസ സെക്രട്ടറിയുടെ റിപ്പോർട്ട് കിട്ടിയ ശേഷമായിരിക്കും തുടർ നടപടി. LDF സർക്കാർ ഒപ്പിട്ട ശേഷം പിന്മാറിയെങ്കിലും നിലവിലെ സ്ഥിതിയെപ്പറ്റി വ്യക്തതയില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ ന്യൂസ് 18നോട് പറഞ്ഞു. നയപരമായതിനാൽ UDF ഇക്കാര്യത്തിൽ ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. ഇപ്പോൾ BJP സർക്കാർ ചില മാനദണ്ഡങ്ങൾ വെക്കുന്നതുകൊണ്ടാണ് അതിൽ PM ശ്രീ ഒപ്പിട്ടാലേ SSKന്റെ ഫണ്ട് കൊടുക്കുള്ളൂ എന്നൊക്കെ പറയുന്നു. അല്ല, ഒപ്പിട്ടു. പിന്നീട് അതാണ് അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട്. PM ശ്രീ കഴിഞ്ഞ ഗവൺമെൻറ് ഒപ്പിട്ടതാണ്. പിന്നീട് ഒരു കമ്മ്യൂണിക്കേഷൻ പോയെന്നേ ഉള്ളൂ. ആ ഒപ്പിട്ടത് തൽക്കാലം നിർത്തണം, ഞങ്ങളില്ല എന്ന് കെപ്റ്റ് ഇൻ അബയൻസ് അതിൽ വെക്കണം എന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ അതുവഴി എന്താണ് ഇപ്പോൾ അതിൻ്റെ റിയൽ പൊസിഷൻ? എന്നാൽ അവർ ഈ ഒപ്പിട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രം കുറച്ച് ഫണ്ടൊക്കെ കൈമാറിയിട്ടുണ്ട്. ഒരു 100 കോടിയിൽ താഴെ എന്തോ കൊടുത്തിട്ടുണ്ട്. പരിശോധിക്കണം. അപ്പം ഇന്നലത്തെ യോഗത്തിൽ, ഞാൻ ഈ പറഞ്ഞ യോഗത്തിൽ വിദ്യാഭ്യാസ സെക്രട്ടറിയോട് അതിൻ്റെ ഇപ്പോഴത്തെ റിയൽ സ്റ്റാറ്റസ് എന്താണ്, അതിലിനി എന്ത് ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു റിപ്പോർട്ട് ചോദിച്ചിട്ടുണ്ട്. അതൊരു പോളിസി മാറ്ററാണല്ലോ. അപ്പോൾ അത് ഞാൻ ഒറ്റയ്ക്ക് പറയേണ്ട കാര്യമല്ല, UDF ആണ് പറയേണ്ടത്. ഇതിലിനി എന്താണ്, നമ്മൾ എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടതെന്നുള്ളത്. ഭരണമാറ്റം വൈകിയെങ്കിലും പാഠപുസ്തക വിതരണം മുടങ്ങില്ല. ഈ മാസം 29-ന് മുൻപ് മുഴുവൻ പാഠപുസ്തകങ്ങളും സ്കൂളുകളിൽ എത്തുമെന്ന് വിദ്യാഭ്യാസ മന്ത്രി വ്യക്തമാക്കി. യൂണിഫോമിന്റെ കാര്യത്തിലും മുടക്കം വരില്ല. പാമ്പ് ശല്യം ഉണ്ടാകാതിരിക്കാൻ സ്കൂളുകളിൽ പരിശോധന നടക്കുകയാണ്. ഉദ്യോഗസ്ഥരുമായി സ്കൂൾ തുറക്കുന്ന സമയത്തെ ഒരുക്കങ്ങൾ ചർച്ച ചെയ്തുവെന്നും വിദ്യാഭ്യാസ മന്ത്രി ന്യൂസ് 18നോട് പറഞ്ഞു. വിജ്ഞാപനം വരുന്നതിന് മുമ്പ് അടിയന്തരമായി തന്നെ ഇവരെ ഒന്ന് വിളിച്ചുകൂട്ടി കാര്യങ്ങളെല്ലാം പരിശോധിച്ചു. നമുക്ക് പരിശോധിക്കേണ്ട കാര്യങ്ങൾ ഇന്നതാണെന്ന് മുൻപേ അറിയിച്ചിരുന്നു. അപ്പോൾ പാഠപുസ്തകത്തെ അച്ചടി ഇപ്പോൾ കുറേ പുരോഗമിച്ചിട്ടുണ്ട്. തടസ്സപ്പെട്ടത് വീണ്ടും പുനരാരംഭിച്ചിട്ടുണ്ട്. ഈ മാസം 29-നകം എല്ലാ സ്കൂളുകളിലും എല്ലാ പാഠപുസ്തകവും, ജൂൺ 1-ന് ആവശ്യമുള്ള എല്ലാ പാഠപുസ്തകവും എത്തുമെന്ന് നമുക്ക് ഉറപ്പ് തന്നു. അത് ഇവരുമായുള്ള ഈ റിവ്യൂ മീറ്റിങ്ങിൽ നമുക്ക് കിട്ടിയ ഒരു റിപ്പോർട്ടാണ്. അപ്പോൾ അത് ഇന്ന് വീണ്ടും ടെക്സ്റ്റ് ബുക്ക് ഓഫീസറെയും അത് പ്രിൻ്റ് ചെയ്യുന്ന ആളുകളെയൊക്കെ വിളിച്ചു വരുത്തി അതിൻ്റെ ഒരു മോണിറ്ററിങ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ 1-ാം തീയതിക്ക് മുമ്പായി പാഠപുസ്തകം എത്തിക്കാൻ കഴിയും. യൂണിഫോം വിതരണം ഏറെക്കുറെ 75% പൂർത്തിയായിട്ടുണ്ട്. ഉച്ചഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ ഇനി അരിയേഴ്സ് ഒന്നും അങ്ങനെ കൊടുത്തു തീർക്കാനില്ല എന്ന രീതിയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഏറെക്കുറെ ഒരു അധ്യയന വർഷത്തെ നല്ല രീതിയിൽ സ്വാഗതം ചെയ്യാവുന്ന അവസ്ഥ ആ കാര്യത്തിലുണ്ട്. ഫിറ്റ്നസ് അതും ഇന്നലത്തെ യോഗത്തിൽ ഞങ്ങൾ ചർച്ചയായി. അപ്പോൾ ഫിറ്റ്നസ്സിലിപ്പോൾ കെട്ടിടത്തിൻ്റെ ഉറപ്പും ബലവും മാത്രമല്ല, ഇപ്പോൾ നമ്മൾ ഇലക്ട്രിക്കൽ ലൈനൊക്കെ പോയിട്ട് ഇതിലിടയ്ക്ക് ഒരു അപകടം ഉണ്ടായി. അത്തരം കാര്യങ്ങൾ കൂടി ഈ കെട്ടിടത്തോട് ചേർന്ന് ഇലക്ട്രിക്കൽ ലൈൻ പോവാതിരിക്കണം. അത് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലേ ഫിറ്റ്നസ് കൊടുക്കൂ. ആ രീതിയിൽ അതിൻ്റെ നോംസ് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിപ്പോൾ ആ പ്രോസസ്സ് നടന്നു വരുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഈ പാമ്പ് കടിയുടെ ഒരു പ്രശ്നം വ്യാപകമായിട്ടുള്ളത് കൊണ്ട് 2 മാസം അടച്ചിട്ടല്ലേ സ്കൂളുകൾ തുറക്കുന്നതിന് മുമ്പ് അങ്ങനെ ക്ലാസ് റൂമുകളൊക്കെ ആ രീതിയിലുള്ളൊരു പരിശോധന കൂടി അതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പോലീസ് ഉന്നതതല യോഗം വിളിച്ച ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. ശനിയാഴ്ചയാണ് യോഗം. ക്രമസമാധാന പാലനം, ലഹരി സംഘങ്ങളുടെ പിടികൂടൽ തുടങ്ങിയ വിഷയങ്ങൾ പ്രധാന അജണ്ടയാണ്. ആഭ്യന്തരമന്ത്രിയുടെ പോലീസ് ഉപദേഷ്ടാവായി മുൻ DGP A. ഹേമേന്ദ്രനെ നിയമിക്കുകയും ചെയ്തു. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്നിപ്പോൾ ഈ പെരിയ കേസിലെ പ്രതികളുടെ പരോൾ അത്
ഒന്ന് ഞെട്ടിച്ച് കാണും പക്ഷേ ആഭ്യന്തര വകുപ്പിന് ആദ്യം തന്നെ. ഇതിന് മുൻപുള്ള തീരുമാനമാണ് എങ്കിൽ പോലും അതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു റിവ്യൂ വേണമെന്ന ആവശ്യം കാസർഗോഡ് DCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ തിരുത്താൻ നിരവധി കാര്യങ്ങളുണ്ട്. ജയിൽ ഉപദേശക സമിതിയൊക്കെ നമുക്കറിയാം CPM നേതാക്കളുടെ കയ്യിലാണ്. നിരവധി പ്രതികൾക്ക് TP കേസ് പ്രതികൾക്കൊക്കെ അനധികൃതമായി ജാമ്യം ലഭിച്ചു എന്നുള്ള വാർത്തകളൊക്കെ പലപ്പോഴും പുറത്തു വന്നിരുന്നു. അങ്ങനെ പിടിപ്പത് പണിയുണ്ട് രമേശ് ചെന്നിത്തലയ്ക്ക്. രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം പോലീസ് സേനയിൽ അടിമുടി മാറ്റം തന്നെയാണ് ഇപ്പോൾ സർക്കാർ ഉദ്ദേശിക്കുന്നത്. കാരണം കഴിഞ്ഞ പോലീസിൻ്റെ നയം, പോലീസിൻ്റെ രീതി, ഇതിനൊക്കെതിരെ വലിയ വിമർശനം ഉണ്ടായിരുന്നു. പോലീസിനെ വിമർശിച്ച് പ്രതിപക്ഷം തന്നെ നിരവധി സമരങ്ങൾ നടത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പലപ്പോഴും ഈ പ്രമാദമായ കേസുകളിലെ പ്രതികൾ, അത് രാഷ്ട്രീയ കൊലപാതകങ്ങളിലെ പ്രതികൾക്കടക്കം പരോൾ അനുവദിക്കുന്നത്, കൂട്ടത്തോടെ പരോൾ അനുവദിക്കുക, ആ തരത്തിലുള്ള നടപടികളൊക്കെ തന്നെ വിമർശനത്തിന് വിധേയമായിരുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിലാണ് പെരിയ കേസിൽ, ഇരട്ട കൊലപാതക കേസിലെ പ്രതികളെ കൂട്ടത്തോടെ പരോൾ വിട്ടുകൊണ്ടുള്ള തീരുമാനമുണ്ടായത്. അതായത് ഈ LDF സർക്കാർ ഇറങ്ങുന്നതിന് മുൻപ് വളരെ തിടുക്കത്തിൽ അതിൻ്റെ ഫയലുകൾ നീക്കി എന്നത് തന്നെയാണ്. ഇതുമായി ബന്ധപ്പെട്ട് ശരത് ലാലിൻ്റെ പിതാവ് ഇപ്പോൾ സർക്കാരിനെ സമീപിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യം കൂടിയൊക്കെ നമ്മളിപ്പോഴത്തെ ഉന്നതതല യോഗവുമായി ചേർത്ത് കാണണം. കാരണം പോലീസിൻ്റെ നയത്തിൽ കാര്യമായ മാറ്റമുണ്ടാകുമെന്നത് ഉറപ്പാണ്. നേരത്തെ ആഭ്യന്തരമന്ത്രി ആയിരുന്ന ആളാണ് രമേശ് ചെന്നിത്തല. ഈ ശനിയാഴ്ചയാണ് പോലീസ് ആസ്ഥാനത്ത് ഉന്നതതല യോഗം ചേരുക. പോലീസിൻ്റെ നയം എന്താകണം എന്നത് സംബന്ധിച്ച് പുതിയ ആഭ്യന്തരമന്ത്രി കൃത്യമായ സന്ദേശം സേനയ്ക്ക് നൽകും എന്നത് ഉറപ്പാണ്. ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് ക്രമസമാധാന പാലനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ എറണാകുളത്ത് കണ്ടിരുന്നു. ഈ കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടി അത് വളരെ പെട്ടെന്ന് തന്നെ നിർത്തിവെക്കണമെന്ന നിർദ്ദേശം രമേശ് ചെന്നിത്തല നൽകിയിരുന്നു. ആ തരത്തിൽ ഈ ജനകീയ വിഷയങ്ങൾ വരുമ്പോൾ എങ്ങനെയായിരിക്കണം പോലീസ് ഇടപെടേണ്ടത് എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു രൂപരേഖയുണ്ടാകും, മാർഗനിർദ്ദേശം നൽകും എന്ന കാര്യം വ്യക്തമാണ്. മറ്റൊന്ന്, ഈ ലഹരി സംഘങ്ങളെ പിടികൂടുക എന്നതാണ്. വലിയ തോതിലാണ് MDMA-യുടെയൊക്കെ വ്യാപനം സംസ്ഥാനത്തുണ്ടായിട്ടുള്ളത്. ഇത് അമർച്ച ചെയ്യുക എന്നത് സർക്കാരിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളിയാണ്. ഏറ്റവും വലിയൊരു ടാസ്ക്കായി അത് നിൽക്കുന്നുണ്ട്. പുതിയ തലമുറയെ വഴിതെറ്റിക്കുന്ന, അവരുടെ ഭാവി ഇല്ലാതാക്കുന്ന തരത്തിലുള്ള ലഹരി വ്യാപനം വലിയ തോതിൽ സംസ്ഥാനത്ത് ഉണ്ട്. അത് ഇല്ലാതാക്കുക എന്ന ഒരു വെല്ലുവിളി നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെയാണ് ഈ പോലീസ് ഉപദേഷ്ടാവിൻ്റെ പുതിയ നിയമനം. നേരത്തെ രമേശ് ശ്രീവാസ്തവയായിരുന്നു. അദ്ദേഹത്തിന് പകരം മുൻ DGP A ഹേമേന്ദ്രനെ പോലീസ് ഉപദേഷ്ടാവാക്കി നിയമിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഹേമേന്ദ്രൻ എല്ലാ കാലവും കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളാണ്. ഉമ്മൻചാണ്ടിയുമായി വളരെയധികം അടുപ്പമുണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് സർവീസിൽ അതിൻ്റെ തിക്താനുഭവങ്ങൾ നേരിടേണ്ടിയും വന്നിട്ടുണ്ട്. നേരത്തെ സംസ്ഥാന പോലീസ് മേധാവിയാകുമെന്ന് കരുതപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥനാണ് ഹേമേന്ദ്രൻ. ഒരു അഴിമതിരഹിത പ്രതിച്ഛായുള്ള വ്യക്തിത്വമാണ്. പക്ഷേ അദ്ദേഹത്തിന് ആ സ്ഥാനത്തേക്ക് എത്താൻ കഴിഞ്ഞില്ല. അത് LDF സർക്കാരിൻ്റെ ഒരു അനിഷ്ടം തന്നെയായിരുന്നു അതിന് കാരണമായെന്ന വിവരങ്ങൾ ആ ഘട്ടത്തിൽ പുറത്തു വന്നിരുന്നു. ഏതായിരുന്നാലും ഇപ്പോൾ ഹേമേന്ദ്രനും അങ്ങനെ ഒരു നിയമനത്തിലേക്ക് വരികയാണ്. രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് നേരത്തെ ഇവിടെ ഈ വട്ടിപ്പലിശയ്ക്കൊക്കെ പണം കൊടുക്കുന്ന ആളുകളെ അമർച്ച ചെയ്യുന്ന, അല്ലെങ്കിൽ അവരുടെ അക്രമങ്ങൾ ഒഴിവാക്കുന്നതിന് ഓപ്പറേഷൻ കുബേര പോലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിരുന്നു. അതിൻ്റെയൊക്കെ തന്നെ ഒരു തുടർച്ച സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് പൊതുവിൽ ആളുകൾ വെച്ച് പുലർത്തുന്നത്. രഞ്ജിത്ത്, VV വിനോദാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ജലവിഭവ മന്ത്രി മോൻസ് ജോസഫ് ന്യൂസ് 18 കേരളം സ്റ്റുഡിയോ സന്ദർശിച്ചു. ജീവനക്കാരുടെ കുശലം പറഞ്ഞ മന്ത്രി ഓഫീസ് നടന്നു കണ്ടു. വകുപ്പുകളിൽ തീരുമാനം വന്നതിന് പിന്നാലെയായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ജലവിഭവ വകുപ്പ് ഉദ്യോഗസ്ഥരുമായി പ്രാഥമിക ചർച്ച നടത്തിയതായി മന്ത്രി അറിയിച്ചു. ജലവിഭവ വകുപ്പിന് പുറമെ ഭവന നിർമ്മാണ വകുപ്പും മോൻസിനാണ്. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ ഗൂഢാലോചനയിൽ പുനരന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം. പ്രതികളെ അതീവ സുരക്ഷാ ജയിലിലേക്ക് മാറ്റണമെന്ന് കൊല്ലപ്പെട്ട ശരത് ലാലിന്റെ പിതാവ് സത്യനാരായണൻ ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിയെയും ആഭ്യന്തരമന്ത്രിയെയും നേരിൽ കണ്ട് ഇക്കാര്യം ആവശ്യപ്പെടുമെന്ന് കുടുംബം വ്യക്തമാക്കി. അതേസമയം ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിടണമെന്നാണ് കോൺഗ്രസിന്റെ ആവശ്യം. പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ 5 പ്രതികൾക്ക് കഴിഞ്ഞ ദിവസമാണ് പരോൾ അനുവദിച്ചത്. 5 പ്രതികൾക്ക് കൂടി വീണ്ടും പരോൾ അനുവദിക്കാനുള്ള നടപടിയുണ്ട്. ഏതായാലും ഞാനിപ്പോൾ ഉള്ളത് ശരത് ലാലിൻ്റെ വീട്ടിലാണ്. ശരത് ലാലിൻ്റെ പിതാവ് സത്യനാരായണൻ തന്നെ ന്യൂസ് 18നോടൊപ്പം ചേരുന്നു. ഇപ്പോൾ കൂട്ടപ്പരോളാണ്. നേരത്തെ കുടുംബം വലിയ തോതിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചു. എന്താണ് ഇപ്പോൾ UDF സർക്കാർ വന്നതോടുകൂടി കുടുംബത്തിന് ആവശ്യപ്പെടാനുള്ളത്? നമുക്ക് ആവശ്യപ്പെടാനുള്ളത് ഇതുപോലുള്ള അനധികൃതമായി പരോൾ നൽകുന്നതിനെതിരെയുള്ള ശക്തമായ ഒരു പ്രതിഷേധം അറിയിക്കും. അതുപോലെ ഇനി അത് ഇത്തരം അനീതി പ്രവർത്തിക്കാൻ പാടില്ല. അപ്പം മുൻ സർക്കാരുകൾ ചെയ്തു കൂട്ടിയതിനെതിരെ നമ്മൾ ശക്തമായൊരു നിലപാട് ഉറച്ചാണ് പോകുന്നത്. കൂടാതെ നമ്മളൊരു പുനരന്വേഷണം, ഇതിൻ്റെ ഗൂഢാലോചന നടത്തിയ ഒരു 3-4 പേര് ഇപ്പോഴും ഇവിടെ പരസ്യം നടക്കുന്നുണ്ട്. അവർക്കെതിരെ ഒരു പുനരന്വേഷണത്തിന് വേണ്ടിയിട്ടുള്ള
കാര്യങ്ങളും അതുപോലെ തന്നെ നമുക്ക് ജയിലിൽ ഇവർക്ക് കിട്ടുന്ന സൗകര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ പരോൾ പോലുള്ള കാര്യങ്ങൾ കിട്ടും പോലെ തന്നെ ജയിലിൽ അവർക്ക് സുഖവാസമാണ്. എല്ലാ ഫോണുകളും കാര്യങ്ങളും മൊത്തത്തിലുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ഈ CPM സർക്കാർ. പിണറായി വിജയൻ ചെയ്ത ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അവർക്ക് പരമസുഖമാണ്. എല്ലാ സൗകര്യങ്ങളുണ്ട്. സ്വർണ്ണക്കള്ളക്കടത്തടക്കം നമ്മൾ കേട്ടതല്ലേ. അപ്പോൾ അതുപോലെ ഇവർക്ക് ഒരു പ്രയാസം വരാതെ കണ്ടുള്ള രീതിക്ക് അവരെ സംരക്ഷിച്ചു പോകുന്ന സർക്കാരായിരുന്നു മുൻ സർക്കാരുകൾ. അപ്പോൾ അവർക്കുള്ള ഈ സൗകര്യങ്ങളൊക്കെ ജയിലിൽ നിന്നും പുള്ളികൾക്ക് ക്രിമിനലുകൾക്ക് ഇവർക്കെല്ലാം കിട്ടുന്ന സൗകര്യങ്ങളൊക്കെ ഒഴിവാക്കാനും ജയിലിൽ അതിൻ്റേതായ രീതിക്ക് പ്രവർത്തിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കാനും അതുപോലെ തന്നെ നല്ല ഉപദേശക സമിതി ആൾക്കാരെ അവിടെ നിയമിക്കാനും അതുപോലെ തന്നെ ഇപ്പോൾ ഇവർക്ക് ഈ ക്രിമിനലുകൾക്ക് ശമ്പളം കൂട്ടിയത് ഒഴിവാക്കാൻ അവർക്ക് ശമ്പളം കൂട്ടിക്കൊടുക്കാമെന്ന് ഇവർ അതിസുരക്ഷാ ജയിലിലേക്ക് തൃശ്ശൂർ അതിസുരക്ഷാ ജയിലിലേക്ക് ജയിൽ മാറ്റത്തിന് വേണ്ടിയിട്ടുള്ള ഒരു അപേക്ഷ കൊടുക്കാനും നമ്മൾ ആഗ്രഹിക്കുന്നത്. പ്രത്യേകം പുതിയ സർക്കാർ വന്നതുകൊണ്ട് VD സതീശൻ സർക്കാർ പുതിയ മുഖ്യമന്ത്രിയെ കണ്ട് നേരിട്ട് നമ്മൾ ഈ ആവശ്യങ്ങളൊക്കെ ഉന്നയിക്കും. അതുപോലെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ശ്രീ രമേശ് ചെന്നിത്തല അവരുകളെയും കണ്ട് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബോധ്യപ്പെടുത്തും. എന്തായാലും അതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് ജയിലിൽ VIP പരിഗണന ലഭിക്കുന്നു, അതോടൊപ്പം പരോൾ യഥേഷ്ടം ലഭിക്കുന്നു. ഇത്തരം കാര്യങ്ങളിലെല്ലാം ഒരു നടപടി ഉണ്ടാകണം. അതോടൊപ്പം പ്രധാനപ്പെട്ടതാണ് പുനരന്വേഷണം എന്നുള്ളത്. ഈ ഒരു പുനരന്വേഷണം സംബന്ധിച്ച ആവശ്യവും ഇവർ ഉന്നയിക്കുന്നു. നമ്മോടൊപ്പം DCC വൈസ് പ്രസിഡന്റ് പ്രദീപ് കൂടി ചേരുകയാണ്. പ്രദീപ്, ഇപ്പോൾ എല്ലാ പ്രതികൾക്കും പരോൾ അനുവദിക്കുന്ന ഒരു സാഹചര്യം എങ്ങനെ കാണുന്നു? ഇപ്പോൾ ഈ പുതിയ സർക്കാർ വരുന്നതിന് തൊട്ട് മുമ്പ് LDF സർക്കാരിൻ്റെ അവസാന സമയത്താണ് ഈ പ്രതികൾക്ക് കൂട്ട പരോൾ കൊടുക്കാൻ ആവശ്യമായ ഒരു സമീപനമുണ്ടായത്. ഇപ്പോൾ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇതെങ്ങനെയാണ് പരോൾ കിട്ടിയത് എന്ന് അന്വേഷിച്ചപ്പോൾ ഇവിടെയുള്ള സ്പെഷ്യൽ ബ്രാഞ്ച് ഉൾപ്പെടെയുള്ള പോലീസുകാരോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഞങ്ങളുടെ ഒരു തരത്തിലുള്ള അന്വേഷണവും കോടതിയോ സർക്കാരോ ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ ഇവർക്ക് പരോൾ കിട്ടി എന്ന് പറയുമ്പോൾ കോടതി മുഖാന്തരമാണ് ഇവർക്ക് പരോൾ കിട്ടിയതെന്നാണ് പറഞ്ഞത്. സ്വാഭാവികമായും കോടതിയിൽ ഏതൊരു കാര്യത്തിനും അപേക്ഷ കൊടുക്കുമ്പോൾ സ്വാഭാവികമായും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസിനോട് റിപ്പോർട്ട് ചോദിക്കുക എന്ന കീഴ്വഴക്കം നമുക്ക് മുന്നിലുണ്ടായിട്ടുണ്ട്. പക്ഷേ പോലീസ് ഇപ്പോഴും പറയുന്നത് ഞങ്ങളോട് ചോദിച്ചിട്ടില്ല എന്നാണ് പോലീസ് പറയുന്നത്. ജയിൽ ഉപദേശക സമിതിയിൽ ജയരാജൻ ഉൾപ്പെടെയുള്ള CPMൻ്റെ കൊടും കുറ്റകൃത്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകളാണ് ഇപ്പോഴും അതിൻ്റെ തലപ്പത്തുള്ളത്. അടിയന്തരമായി ഗവൺമെൻറ് ചെയ്യേണ്ടത് ജയിൽ ഉപദേശക സമിതി പിരിച്ചുവിട്ട് അതിനകത്ത് സത്യസന്ധമായി നീതിയുക്തമായി നിലപാടെടുക്കാൻ കഴിയുന്ന ആളുകളെ നിയമിക്കുക എന്നുള്ളതാണ്. വഴിവിട്ട് നിയമവിരുദ്ധമായി കല്ലോട്ട് കേസിനകത്ത് ഇടപെട്ടിട്ടുള്ള ആളുകൾ, അത് കേസ് അന്വേഷണത്തിൻ്റെ കാര്യത്തിലായാലും ഇപ്പോൾ പ്രതികൾക്ക് പരോൾ കൊടുക്കുന്ന കാര്യത്തിലായാലും നിലപാടെടുത്ത് അവർക്കൊപ്പം നിൽക്കുന്ന നിലപാടെടുത്ത് ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാരെ, പോലീസ് ആയാലും മറ്റേത് തരത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെയും അവർക്കെതിരെയുള്ള ശക്തമായ നിലപാട് പുതിയ ഗവൺമെൻറ് ഭാഗത്ത് UDF ഗവൺമെൻറ് ഭാഗത്ത് ഉണ്ടാകും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയും ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയ്ക്കൊക്കെ കാര്യങ്ങൾ പെടുത്തിയിട്ടുണ്ട്. ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന് അവർ ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്തായാലും പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ സജീവമായി ഇടപെട്ട ആളാണ് VD സതീശൻ, അതോടൊപ്പം രമേശ് ചെന്നിത്തലയും. ഏതായാലും മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഇവർ ആയ സ്ഥിതിക്ക് ഈ കാര്യത്തിൽ കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് കുടുംബം പറയുന്നത്. ഏതായാലും ഈ കാര്യത്തിൽ വൈകാതെ തന്നെ കുടുംബത്തിന്റെ ആവശ്യം പരിഗണിക്കുമെന്നും പ്രതീക്ഷിക്കാം. കല്ലോട്ട് നിന്നും KV ബൈജു, ന്യൂസ് 18. ഇടവേള. എത്തുകയാണ് നവമി ദിനേശ് ഉണ്ട് അവിടെ. തിരുവനന്തപുരത്ത് നിന്ന് ഹരികൃഷ്ണനും ചേരും. നവമി, ലാലേട്ടൻ എത്തുകയാണ്. തിയേറ്റർ നിറഞ്ഞു കവിഞ്ഞു. പ്രേക്ഷകരിങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുകയാണല്ലേ. ലാലേട്ടനെയും നേരിട്ട് കാണാം, ഒപ്പം ദൃശ്യവും കാണാം. അതെ രഞ്ജിത്ത്, എന്തായാലും ലാലേട്ടന്റെ പിറന്നാൾ ദിനത്തിൽ തന്നെ ദൃശ്യം കാണുന്നതിന്റെ ആവേശത്തിലാണ് ഓരോ പ്രേക്ഷകരും ഇവിടെ എത്തിയിരിക്കുന്നത്, ഓരോ മലയാളികളും എത്തിയിരിക്കുന്നത്. ഇവിടെ വലിയ തിരക്കാണ്, ബൗൺസേഴ്സ് ഒക്കെ ഉണ്ട്, ആളുകളെയൊക്കെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ നമ്മുടെ സ്വന്തം ലാലേട്ടൻ ഇങ്ങോട്ടേക്ക് വരും. അതിനു മുൻപായി സിനിമയുടെ മറ്റ് അണിയറ പ്രവർത്തകരൊക്കെ ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ആന്റണി പെരുമ്പാവൂരിന്റെ കുടുംബമടക്കം തിയേറ്ററിന്റെ ഉള്ളിലേക്ക് പോയി. ആ ഒരു നിമിഷത്തിന് വേണ്ടി മോഹൻലാൽ വരുന്നതിന് വേണ്ടി നമ്മുടെ ലാലേട്ടനെ കാത്തിരിക്കുകയാണ് ആരാധകർ. അവരെല്ലാം വലിയ ആവേശത്തിലാണ്. അതേ ഫാൻസ് അസോസിയേഷനൊക്കെ ഇവിടെയുണ്ട്. അവരുമൊക്കെ വലിയ സന്തോഷത്തിൽ തന്നെയാണ്. ഈ പിറന്നാൾ ദിനത്തിൽ മോഹൻലാൽ വരുമ്പോൾ അത് ഇരട്ടി സന്തോഷം തന്നെയാണ്. പറയൂ ചേട്ടാ, പറയൂ. എന്നാലും പലർക്കും എന്തായാലും അതെ, നമുക്കിപ്പോ സിനിമയുടെ അണിയറ പ്രവർത്തകർ വന്നുകൊണ്ടിരിക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ മോഹൻലാൽ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇത് മോഹൻലാൽ ആണോ എന്ന് എനിക്ക് അറിയുന്നില്ല രഞ്ജിത്ത്. എന്തായാലും നമ്മൾ ദൃശ്യങ്ങളിൽ അത് കാണാം. അതെ 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 എന്തായാലും നമ്മുടെ സ്വന്തം ലാലേട്ടൻ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. പലരും ഇവിടേക്ക് എത്തിയിരുന്നു. വലിയ രീതിയിൽ ആവേശത്തോടുകൂടി കാത്തിരിക്കുകയായിരുന്നു.
ലാലേട്ടൻ എന്തോ പറഞ്ഞ് നമുക്ക് അവിടെ എത്താൻ കഴിഞ്ഞില്ല. എന്തായാലും വലിയ തിരക്കാണ്. ലാലേട്ടൻ വലിയ സന്തോഷത്തിലാണ്. ലാലേട്ടനെ കാണുന്നതിന്റെ ഒരു സന്തോഷത്തിൽ തന്നെയാണ്, ആവേശത്തിൽ തന്നെയാണ് ആരാധകർ ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. അതിനപ്പുറത്തേക്ക് ദൃശ്യം 3 ഇറങ്ങുമ്പോൾ കുറച്ചല്പം കൂടി ആവേശം അല്ലെങ്കിൽ ഒരു ആകാംക്ഷ നമുക്ക് കൂടും. എന്താണ് ഇതിൽ ജിത്തു ജോസഫ് കരുതി വെക്കുന്നത്? നമ്മുടെ ജോർജ് കുട്ടിയെ പോലീസ് പിടിക്കുമോ? ജോർജ് കുട്ടിയെ അതോ ജോർജ് കുട്ടി വളരെ വിദഗ്ധമായി തന്നെ ഈ ഒരു എന്താ പറയാ ഈ ഒരു കൊലപാതകം കണ്ടുപിടിക്കാതിരിക്കുക അല്ലെങ്കിൽ ഒരു പ്രതിയായി വരാതിരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടത്തും. അങ്ങനെ ഭയങ്കര ആശങ്കയാണ് നമുക്ക് എല്ലാവർക്കും ഉള്ളത്. എങ്ങനെയാകും ഇതിന്റെ കഥ എന്നത് അറിയാൻ വേണ്ടി തന്നെയാണ് നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത്. എന്തായാലും 8 മണിക്ക് തന്നെ ഷോ തുടങ്ങും. വളരെ സസ്പെൻസോട് കൂടി തന്നെയാണ് നമ്മളെല്ലാവരും ഈ സിനിമ കാണാൻ കാത്തിരിക്കുന്നത്. അത് മോഹൻലാലിന്റെ പിറന്നാൾ ദിനത്തിലാകുമ്പോൾ അല്പം കൂടി മധുരമേറും. എന്തായാലും മറ്റ് ഇതിന്റെ സിനിമയുടെ അണിയർ പ്രവർത്തകർ കൂടി വരേണ്ടതുണ്ട്. അതിൽ ജിത്തു ജോസഫ് അടക്കം ഉടനെ തന്നെ എത്തുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ വലിയ ആവേശത്തിൽ തന്നെയാണ് മോഹൻലാൽ ആരാധകർ, പ്രത്യേകിച്ച് ദൃശ്യത്തിന്റെ ആരാധകർ. ദൃശ്യം 3 വേണ്ടി നമ്മൾ വളരെയേറെ നാളുകളായി കാത്തിരിക്കുകയാണ്. ഇതിനോടകം തന്നെ അതിന്റെ പല ഇന്റർവ്യൂകളും കണ്ട് ഒരു ക്ലൂ ഇല്ല എന്താണ് ഇതിൽ പ്രേക്ഷകർക്ക് വേണ്ടി ജിത്തു ജോസഫ് കരുതി വെക്കുന്നത്. ജോർജ് കുട്ടിയുടെ കുടുംബത്തിന്റെ അവസ്ഥ ഇപ്പൊ എന്താണ്, എന്തായിരിക്കും അടുത്ത നീക്കം ജോർജ് കുട്ടി നടത്തുന്നത്, അങ്ങനെ പല പല ചോദ്യങ്ങൾ. ആ ചോദ്യങ്ങൾക്കെല്ലാം ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ ഉത്തരം കിട്ടും. എന്തായാലും ദൃശ്യം 3 കാണുന്നതിന് വേണ്ടി പ്രേക്ഷകർ ഇവിടെ തടിച്ചു കൂടിയിരിക്കുകയാണ്. രഞ്ജിത്ത്, ദൃശ്യം 3 കാണാനായി പ്രേക്ഷകർ തടിച്ചുകൂടിയിരിക്കുകയാണ്. നമുക്ക് നവമി, പ്രധാനപ്പെട്ട കാര്യം എല്ലാ തിയേറ്ററുകളിലും ഹൗസ്ഫുൾ ഷോകളാണ്. ഇപ്പോൾ നമ്മൾ ഈ ബുക്ക് മൈ ഷോയൊക്കെ പരിശോധിക്കുമ്പോൾ എങ്ങും ടിക്കറ്റ് കിട്ടാനില്ല. ഇന്നലെ പ്രീ ബുക്കിംഗ് ഒക്കെ വലിയ തോതിൽ പൂർത്തിയായി കഴിഞ്ഞു. 30 കോടി കഴിഞ്ഞു. അതായത് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നിച്ച് ഇതിനു മുൻപ് റിലീസായ പേട്രിയറ്റിൻ്റെ പോലും റെക്കോർഡ് തകർത്തുകൊണ്ടാണ് ലാലേട്ടൻ്റെ ഈ ദൃശ്യം എന്നുള്ള ചിത്രം പൂർത്തിയായത്. നേരത്തെ ഇപ്പോൾ ആരൊക്കെയുണ്ട് കവിതാ തിയേറ്ററിൽ? ലാലേട്ടൻ്റെ കുടുംബാംഗങ്ങളുണ്ട്, ആന്റണി പെരുമ്പാവൂരിൻ്റെ കുടുംബാംഗങ്ങളുണ്ട്. ലാലേട്ടൻ പ്രേക്ഷകർക്കൊപ്പം കാണുകയാണ്. അപൂർവമായ ഒരു കാഴ്ചയാണ്. അങ്ങനെ എല്ലാ സിനിമകളും അദ്ദേഹം കാണാറില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷകളും വാനോളമാണ്. വലിയ ആത്മവിശ്വാസം ആ മുഖത്ത് കാണാം, അല്ലേ? അതെ അതെ അതെ, പ്രതീക്ഷയല്ലേ, പ്രതീക്ഷയുണ്ട്. എത്രമാത്രം പ്രതീക്ഷയുണ്ട് എന്ന ചോദ്യത്തിന് അദ്ദേഹം നൽകിയ മറുപടി പ്രതീക്ഷയല്ലേ ജീവിതമെന്നാണ്. അങ്ങനെ നമ്മൾ ലാലേട്ടൻ പറയുന്ന വാക്കുകളൊക്കെ നമ്മളെ എപ്പോഴും വളരെ കൗതുകത്തോട് കേട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോ ഇവിടെ ഒരാളെ കണ്ടിട്ടോ, മോഹൻലാലിന്റെ ചിത്രമൊക്കെ വരച്ച് പെയിന്റ് ഒക്കെ ചെയ്തുകൊണ്ടൊരു വ്യക്തി. മെയ് 21 ഹാപ്പി ബർത്ത്ഡേ ലാലേട്ട എന്ന് പറഞ്ഞുള്ള ഒരു പ്ലക്കാർഡ് പിടിച്ച ഒരാളിവിടെ നിൽപ്പുണ്ട്. നമുക്ക് ആ ചേട്ടനോട് ചോദിക്കാം. അദ്ദേഹം മോഹൻലാലിന്റെ ചിത്രം വയറിലൊക്കെ പെയിന്റ് ചെയ്ത് ലാലേട്ട എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചേട്ടാ പേരെന്താ? എന്റെ പേര് ബോണി. കട്ട മോഹൻലാൽ ഫാനാണ്. അതെ അതെ, അയ്യോ ആണോന്നോ, ഭയങ്കര ഫാനാ. കണ്ടോ മോഹൻലാലിനെ? കണ്ടോ? കണ്ടു, പക്ഷെ ഇടയെ കയറാൻ പറ്റില്ല. കാണിക്കാൻ പറ്റില്ല. അല്ല, ആളുകള് ഇതൊക്കെ പോവല്ലോ. കണ്ടു. സിനിമ കാണുന്നുണ്ടോ? ഇല്ല, ഇന്നിപ്പോ പറ്റില്ലല്ലോ. ഇന്ന് കാണുന്നില്ല. എത്രമാത്രം പ്രതീക്ഷയുണ്ട് ഈ സിനിമയിൽ? എത്രമാത്രം പ്രതീക്ഷയുണ്ട് ദൃശ്യം? പ്രതീക്ഷ ഭയങ്കര പ്രതീക്ഷ തന്നെയാണ്. ആകാംക്ഷയാണ്, പ്രതീക്ഷയിലും കൂടുതൽ ആകാംക്ഷയാണ്. എന്താ സംഭവിക്കുന്നത് ഇനി അടുത്തത്. ഭയങ്കര ഇഷ്ടമുള്ള ഒരു പടമാണ്. മോഹൻലാലിനെയും വളരെ ഇഷ്ടമാണ്. എല്ലാ പടങ്ങളും വന്ന് കാണാറുണ്ട്. കാണാറുണ്ട്. ലാലേട്ടന്റെ എല്ലാ പടവും കാണും. എന്തായാലും ലാലേട്ടന്റെ സ്ഫടികത്തിന്റെ ആ ഒരു ക്യാരക്ടറിന്റെ ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട്. ദൃശ്യം 3 എന്ന് എഴുതിയിട്ടുണ്ട്. ലാലേട്ടൻ എഴുതിയിട്ടുണ്ട്. 2255 എന്ന് എഴുതിയിട്ടുണ്ട്. ദൃശ്യം 3 തന്നെ ഫുൾ ഒരു ലാലേട്ടൻ ഫാനാണെന്ന് കണ്ടാൽ തന്നെ അറിയാൻ സാധിക്കും. എന്തായാലും നമുക്ക് പ്രേക്ഷകർ ഓരോരുത്തരായിട്ട് അകത്തേക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷ തന്നെയാണ് എല്ലാവരും പങ്കുവെക്കുന്നതും. എന്തായിരിക്കും ജോർജ് കുട്ടി നമുക്ക് വേണ്ടി കാത്തുവെച്ചിരിക്കുന്നത്, ജിത്തു ജോസഫ് കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് വലിയ പ്രതീക്ഷയാണ്. എന്നാലും ആളുകൾക്കൊക്കെ ആ സിനിമ കാണാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്, ഒരുക്കത്തിലാണ്. അതേ നമ്മുടെ തിയേറ്റർ, കവിതാ തിയേറ്ററാണ്, ഇവിടെ നിറഞ്ഞ് കവിഞ്ഞിരിക്കുകയാണ്. മോഹൻലാലും മറ്റ് സിനിമയുടെ അണിയറ പ്രവർത്തകരുമൊക്കെ മുകളിലാണ് ഇരിക്കുന്നത്. എന്നാലും വലിയ പ്രതീക്ഷയോടുകൂടി തന്നെയാണ് ദൃശ്യം 3 കാണാൻ പ്രേക്ഷകർ ഇവിടെ എത്തുമ്പോൾ. മോഹൻലാലിനോടൊപ്പം ഇരുന്ന് സിനിമ കാണാമെന്നുള്ളത് അതിലിരട്ടി സന്തോഷം നൽകുന്നുണ്ട്. എന്തായാലും കൂടുതൽ ആളുകളോട് ചോദിക്കേറില്ല. എത്രമാത്രം ഉണ്ട് പ്രതീക്ഷ? ആർക്കൊന്നും പ്രതികരിക്കാനൊന്നും ആർക്കും വയ്യ രഞ്ജിത്ത്. എന്തായാലും അവരൊക്കെ സിനിമ കാണട്ടെ. സിനിമ കണ്ടതിന് ശേഷം നമുക്ക് അവരോട് തന്നെ കൂടുതൽ കാര്യങ്ങളും ചോദിക്കാം. എനിക്ക് എന്തായാലും ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്.
അപ്പോൾ നവമി സമയം ഞാൻ സന്തോഷമായി പോയി എന്തായാലും സിനിമ കാണുക, സിനിമ കണ്ടു കഴിഞ്ഞ് റിവ്യൂ പറയുക, ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞുള്ള റിവ്യൂ അറിയിക്കുക. എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് ലാലേട്ടൻ്റെ സിനിമ ദൃശ്യം 3. അതും മലയാള പ്രേക്ഷകർ എത്രത്തോളം കാത്തിരുന്ന ഒരു സിനിമ വേറൊന്ന് ഉണ്ടാകില്ല. എന്തായാലും നവമിയുടെ ആ ഒരു സിനിമ കാണാനുള്ള മൂഡിനെ ഇല്ലാതാക്കുന്നില്ല. അകത്ത് കയറുക, സിനിമ കാണുക. ഏതായാലും മോഹൻലാലിൻ്റെ ചിത്രം വലിയ പ്രതീക്ഷയോടുകൂടി പ്രേക്ഷകർ കാത്തിരിക്കുന്നു. ആ പ്രതീക്ഷ സഫലീകരിക്കും എന്നും നമുക്ക് പ്രതീക്ഷിക്കണം. കാരണം ജിത്തു ജോസഫും മോഹൻലാലും ഒന്നിച്ചപ്പോഴൊക്കെ പ്രേക്ഷകരുടെ പ്രതീക്ഷ അങ്ങനെ ഇല്ലാതായിട്ടില്ല. അങ്ങനെ കാത്തിരിക്കുകയാണ് നമ്മളെല്ലാവരും. എന്താണ് സംഭവിക്കുക ദൃശ്യം 3യുമായി ബന്ധപ്പെട്ട്? സസ്പെൻസ് ഉണ്ടാകും. സ്വാഭാവികമായും ജോർജ് കുട്ടിയുടെ ഇനിയുള്ള ജീവിതം എന്തായിരിക്കും എന്നുള്ളതൊക്കെ മലയാളിക്കൊപ്പം, മലയാള സിനിമാ പ്രേക്ഷകർക്കൊപ്പം സഞ്ചരിക്കുന്ന ഒന്നാണ്, സംശയമില്ല. വയനാട് ചീരാലിൽ വീണ്ടും കടുവയുടെയും പുലിയുടെയും സാന്നിധ്യം. വളർത്തുപോത്തിനെ ആക്രമിച്ച മുത്താച്ചിക്കുന്നിൽ വനംവകുപ്പ് തെരച്ചിൽ നടത്തുകയാണ്. നാട്ടുകാരും വലിയ ഭീതിയിലാണ്. ജയരാജ് ചേരുന്നു. ജയരാജ്, വിവരങ്ങൾ. രഞ്ജിത്ത്, വയനാട്ടിലൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും വന്യജീവി ആക്രമണം രൂക്ഷമാകുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. ഒരു 4 ദിവസങ്ങൾക്ക് മുൻപാണ് വയനാട് ബത്തേരി ചീരാൽ പഴൂരിൽ പുലിയുടെയും അതുപോലെ തന്നെ തൊട്ടടുത്ത് ഏതാണ്ട് ഒരു 3 കിലോമീറ്റർ ദൂരെയായി മുത്താച്ചിക്കുനിയിലും കടുവയുടെ ആക്രമണത്തിൽ 2 വളർത്തുമൃഗങ്ങൾ കൊല്ലപ്പെട്ടത്. പ്രദേശത്ത് ഭീതി പരത്തുന്ന കടുവയ്ക്കും പുലിക്കുമായി തിരച്ചിൽ വനംവകുപ്പ് ആരംഭിച്ചിരുന്നു. തുടർന്ന് കഴിഞ്ഞ മെയ് 16-ന് വനംവകുപ്പ് പ്രദേശത്ത് കൂട് സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. എന്നാൽ മുത്താച്ചിക്കുനിയിൽ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൂട് സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും തൊട്ടടുത്ത പ്രദേശങ്ങളിൽ പുലിയുടെയും കടുവയുടെയും സാന്നിധ്യം സ്ഥിരീകരിച്ചതോടെ ജനങ്ങൾ കടുത്ത ആശങ്കയിലാണുള്ളത്. ഇതോടനുബന്ധിച്ച് തന്നെ വനംവകുപ്പ് പ്രദേശത്ത് രാത്രികാല പെട്രോളിംഗ് നടത്തുന്നുണ്ട്. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം, അതായത് ഇന്നലെ ജനവാസ മേഖലയിൽ കടുവയുടെ സാന്നിധ്യം കണ്ടതായുള്ള സംശയം നാട്ടുകാർ പറഞ്ഞത്. തുടർന്ന് വനംവകുപ്പ് പ്രദേശത്ത് ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്താനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നത്. എന്തായാലും ഇന്ന് ഡ്രോൺ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തുമെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇതിനിടെ വളർത്തുമൃഗങ്ങൾ നഷ്ടപ്പെട്ട കർഷകർക്ക് നഷ്ടപരിഹാരം ഉടൻ നൽകണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. എന്തായാലും കുറച്ച് ദിവസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി ഇത്തരത്തിലൊരു വന്യമൃഗ ശല്യം ഇവിടെ ഉണ്ടായിരുന്നില്ല. വീണ്ടും അത് ആരംഭിക്കുന്ന ഒരു ഭീതിയിലാണ് ഇപ്പോൾ അവിടെയുള്ള. ശരി ജയരാജ്, നമുക്കിനി സ്പെഷ്യൽ ഡേയിലേക്ക് ഒന്ന് പോകണം. തിരുവനന്തപുരം കല്ലയം സ്വദേശികളായ സംഗീത ജ്യോതിഷ് ദമ്പതികളുടെ മകൾ ജോയനയുടെ 2ാം പിറന്നാളായിരുന്നു ഇന്നലെ. ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് അച്ഛനും അമ്മയും. ചെങ്കോട്ടുകോണം സ്വദേശികളായ മഹേഷ് ജീന ദമ്പതികളുടെ മകൻ നിരഞ്ജൻ. ഹാപ്പി ബർത്ത്ഡേ നിരഞ്ജൻ. സുന്ദരക്കുട്ടന് എല്ലാ ആശംസകൾ അറിയിക്കുന്നത് കീർത്തനം. അപ്പോൾ നമുക്ക് രാവിലെ പൂർത്തിയാക്കാം. ലാലേട്ടൻ്റെ ദൃശ്യം ഷോ ഒരു 4 മിനിറ്റിനകം ആരംഭിക്കും. മിക്ക സിനിമാ പ്രേമികളും ഇപ്പോൾ തിയേറ്ററിനുള്ളിലാണ്, സംശയമില്ല. അപ്പോൾ ദൃശ്യത്തിൻ്റെ അപ്ഡേറ്റ്സിനായി നമുക്ക് കാത്തിരിക്കാം. വരും ബുള്ളറ്റിനുകളിൽ അതുണ്ടാകും. നമസ്കാരം.